Hello, dear students. Okay, today's discussion is NEET module exam 4. അതുപോലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ എക്സാമിന് 4-ലെ കെമിസ്ട്രി 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ തെർമോഡൈനാമിക്സ്, ദെൻ ഇക്വിലിബ്രിയം ആൻഡ് റെഡോക്സ് റിയാക്ഷൻസ്, ഈ 3 ചാപ്റ്ററിൽ വന്നിട്ടുള്ള കെമിസ്ട്രിയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ. ഓക്കെ, ഏറെക്കുറെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നലൊരു ഹെൽപ്പിന് വേണ്ടി, സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ചില നിങ്ങൾ നോക്കിയിട്ടുണ്ടാവാം, ഡൗട്ടുള്ളത് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. പറയണമെന്നെങ്കിലും ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം കേട്ടോ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 1. First question, very easy question is question from redox reactions. Match column 1 with the column 2. The compound and oxidation state of underlined element ആണ്, and choose the correct option ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളെ സംബന്ധിച്ചത് ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഇവിടെ CuO, then MnO2, HAuCl4 and Tl2O. ഇവിടെ ആൻസർ ഇത് വരിക. ഓക്കെ, ഇൻ CuO കോപ്പർ ഈസ് ഇൻ +2 സ്റ്റേറ്റ് അല്ലേ വരിക. +2 CuO കോപ്പർ ഈസ് ഇൻ +2 സ്റ്റേറ്റ് വരും അല്ലേ. ദെൻ MnO2 മാംഗനീസ് ഈസ് ഇൻ +4 സ്റ്റേറ്റ്. സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ നീറ്റായിട്ടാണ് നമുക്കറിയാം അല്ലേ. HAuCl4 ആണെങ്കിലോ ഗോൾഡിൻ്റെ ക്ലോറൈഡ് ആണ് HAuCl4. അതിൽ ക്ലോറിൻ 4 ക്ലോറിൻ ഉണ്ട്, 4 മൈനസ് വരും, ഒരു ഹൈഡ്രജൻ +1. അപ്പോൾ ഹൈഡ്രജൻ +1, 4 ക്ലോറിൻ -4, ദെൻ ഗോൾഡ് X 0 ആവണ്ടേ ടോട്ടല്. അപ്പോൾ X എത്രയാവണം? +3 ആവണം. ഗോൾഡ് ഈസ് ഇൻ +3 സ്റ്റേറ്റ് ആണ്. ഗോൾഡ് ഈസ് ഇൻ +3 സ്റ്റേറ്റ്. ആൻഡ് നൗ ആൻഡ് Tl2O താലിയത്തിൻ്റെ ഓക്സൈഡ്, താലിയം ഓക്സൈഡ് ആണ്. നമ്മൾ അറിയാണ്ട് ടൈറ്റാനിയം എന്ന് അസ്യൂം ചെയ്തിട്ടോ, മാറിപ്പോകരുത്. താലിയം ടൈറ്റാനിയം മാറരുത്. ഇറ്റ് ഇസ് താലിയം ഓക്സൈഡ് ആണ്. താലിയത്തിൻ്റെ സ്റ്റേറ്റ് അവിടെ എത്ര വരിക? ഓക്സിജൻ ഓക്സൈഡ് അല്ലേ, ഓക്സിജൻ -2ലാണ്. സോ താലിയം ഇൻ +1 സ്റ്റേറ്റ് ആണ് വരിക. അപ്പോൾ താലിയം +1 സ്റ്റേറ്റ്, കോപ്പർ +2 സ്റ്റേറ്റ്, മാംഗനീസ് +4 ആൻഡ് ഗോൾഡ് +3. ഈസി ക്വസ്റ്റ്യൻ ആണ് ആണല്ലോ. അപ്പോൾ ആൻസർ ഇത് വരിക. അതിന് ഞാൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം കിട്ടിയില്ലേ. അപ്പോൾ AR, ദെൻ BP, ദെൻ CQ, ദെൻ DS. ഓപ്ഷൻ A ഈസ് ദി ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് കുറേ സ്പെഷ്യലായിട്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ അല്ലേ, അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് വെച്ചുകൊണ്ടു. എസ്പെഷ്യലി നമ്മൾ NCERT തന്നെ കൊടുത്തിട്ടുണ്ട് കുറേ എക്സാമ്പിൾസ്. നിങ്ങൾക്കറിയാം C3O2 കാർബൺ സബോക്സൈഡ്, അതുപോലെ തന്നെ Br3O8, പിന്നെ Na2S4O6, പിന്നെ മിക്സ്ഡ് ഓക്സൈഡ്സ് ലൈക്ക് Pb3O4, Fe3O4, ഇങ്ങനെ തുടങ്ങിയ ചില സ്പെഷ്യൽ എക്സാമ്പിൾസ് ഉണ്ട് NCERTയിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ്. H2SO5 നമ്മളെ P ബ്ലോക്കിലൊക്കെ ഉള്ള കോമ്പൗണ്ടുകൾ, പിന്നെ S ബ്ലോക്കിലെ ബ്ലീച്ചിങ് പൗഡർ, ഇങ്ങനത്തെ സ്പെഷ്യൽ എക്സാമ്പിൾസ് നമ്മൾ എന്തായാലും നമ്മളെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക കേട്ടല്ലോ. എക്സാമ്പിൾസ് ഞാൻ ഒന്നുകൂടെ പറയാം. C3O2, Br3O8, ദെൻ Na2S4O6, ദെൻ H2SO5, പിന്നെ സ്പെഷ്യൽ കോമ്പൗണ്ട്സ് ലൈക്ക് മിക്സഡ് കോമ്പൗണ്ട് ലൈക്ക് Fe3O4, Pb3O4 ഒക്കെ NCERT എക്സാമ്പിൾസ് ആണ്. ഓക്കെ, കൂടാതെ കാൽസ്യം ബ്ലീച്ചിങ് പൗഡർ CaOCl ട്വൈസ് +CaCl2 എന്ന് വരുന്നൊരു ഫോർമാറ്റില്ലേ. നിങ്ങൾ എന്ത് പറയും, ടുഗെദർ ആയിട്ട് നമ്മളെ CaOCl2 എന്ന് വിളിക്കുന്ന, ബ്ലീച്ചിങ് പൗഡർ എന്ന് വിളിക്കുന്ന ഈ ഒരു സാമ്പിള്, ഇതിൻ്റെ ക്ലോറിൻ്റെ സ്റ്റേറ്റ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതിൻ്റെ സ്റ്റേറ്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞുതരും, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടല്ലോ. അപ്പോൾ ഈ സാമ്പിൾസ് നോക്കിയിട്ടില്ലാത്തവരോ മറന്നിട്ടുള്ളവരെന്ത് ചെയ്യുക, അതൊന്ന് റീചെക്ക് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം കേട്ടോ. Now question number 2, it is from thermodynamics ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അഗെയിൻ ഫ്രം തെർമോഡൈനാമിക്സ്. നമുക്ക് ലാസ്റ്റ് ഇയർ നീറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ ലെവൽ ക്വസ്റ്റ്യൻസും ലാസ്റ്റ് 2-3 വർഷമായിട്ട് നീറ്റ് വന്നിട്ടില്ല. പ്യൂർലി NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് സന്തോഷിക്കാമെങ്കിലും നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഒരു കോൺഫിഡൻസ് ഡാറ്റാസ് ഒക്കെ നല്ല റിച്ച് ആക്കി വെക്കാൻ വേണം കേട്ടല്ലോ. Considering entropy as a thermodynamic parameter, the criterion for the spontaneity of any process is. Spontaneous process means എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക?
സ്പോണ്ടേനിറ്റി നമ്മൾ രണ്ട് രീതിയിലാണ് തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടാവുക. ഒന്ന് എക്സോതെർമിക് റിയാക്ഷൻസ്. വൈ? ഡ്യൂറിങ് എക്സോതെർമിക് പ്രോസസ് എനർജി ഡിക്രീസസ്, എനർജി ഫാളിങ്. എനർജി ലോവേർഡ് സ്റ്റേറ്റ് മീൻസ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും. എനർജി ലോവേർഡ് സ്റ്റേറ്റ് മീൻസ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ എനർജി ഡിക്രീസിങ് ഓർഡർ ആണ് സ്പോണ്ടേനിയസ് ഡയറക്ഷൻ എന്ന് പറയും ഒരു രീതിയിൽ. മറ്റൊന്ന് നമ്മൾ പറയുന്നുണ്ട് ഇവാപ്പറേഷൻ, അതുപോലെ തന്നെ ചില പ്രോഗ്രാംസ് ഒക്കെ എൻഡോതെർമിക് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്. ഇവിടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യല് ബൈ യൂസിങ് ആ എൻട്രോപ്പി കോൺസെപ്റ്റ് ആണ്. ചില റിയാക്ഷൻസ് എൻഡോ ആണെങ്കിലും എൻട്രോപ്പി കൂടും, ഫ്രീഡം കൂടും. ഫ്രീഡം കൂടുന്ന ഡയറക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂവിൽ നമുക്ക് തെർമോഡൈനാമിക്കൽ കോൺസെപ്റ്റ് ആണ് എന്ത്? ദ ടോട്ടൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഗോസ് ഓൺ ഇൻക്രീസിംഗ് എന്നാ പറയാം. സ്പോണ്ടേനിറ്റി കണ്ടീഷൻ എന്താണ്? ദ ടോട്ടൽ എൻട്രോപ്പി, ദ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഷുഡ് ബി പോസിറ്റീവ്, ഗോസ് ഓൺ ഇൻക്രീസിംഗ് ഫോർ എനി പ്രോസസ്. ദ ടോട്ടൽ എൻട്രോപ്പി മീൻസ് എൻട്രോപ്പി ഓഫ് സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് ടുഗെദർ എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ആയിരിക്കും. കേട്ടല്ലോ? അപ്പോൾ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് മോർ ദാൻ 0, ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സിസ്റ്റം മൈനസ് സറൗണ്ടിങ് അല്ല, ഇതിന് മീനിങ് ഇല്ലല്ലോ. ഇവിടെ സിസ്റ്റത്തിന് ചിലപ്പോൾ ഡിക്രീസ് ആവും, ബട്ട് സറൗണ്ടിങ് ഗെയിൻ ആയാലും മതി, ടുഗെദർ ഇൻക്രീസ് ഉണ്ടായാൽ മതി. സിസ്റ്റത്തിന് മാത്രം എന്താവണമെന്നില്ല, ഇൻക്രീസ് ഉണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ഷുഡ് ബി മോർ ദാൻ 0, ഷുഡ് ബി പോസിറ്റീവ്. ഓക്കെ, അത് നമ്മൾ കൺഫ്യൂഷൻ ഇല്ല, ഞാൻ ടൈം അതിൽ വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The entropy change during an isothermal expansion of an ideal gas from V1 to V2 at temperature T is given by. ഓക്കെ, ഇവിടെ എൻട്രോപ്പി ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്കറിയാം ക്യൂ നമ്മൾ ഡിഫൈൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ക്യൂ? ഇറ്റ് ഈസ് ക്യൂ അല്ല, ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ 2.03 NR log V2 by V1. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചല്ലേ. ഇവിടെ N വേണം, N മോൾ ഓഫ് ഗ്യാസ് ആണ്. RT വേണ്ട, അത് ഹീറ്റ് ടൈമായിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ അതില്ലേ ഉണ്ടാവും അല്ലേ. യെസ്, ഇറ്റ് ഈസ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 2.03 N ഇൻറ്റു R ഇൻറ്റു ലോഗ് V2 by V1. ഡയറക്റ്റ് ഇക്വേഷൻ ആണത്. കേട്ടല്ലോ? Q by T ആണ് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞല്ലേ, Q by T. ആൻഡ് W ഇസ് ഈക്വൽ ടു ഓർ Q ഇസ് ഈക്വൽ ടു മൈനസ് W അല്ലേ പഠിച്ചു വെച്ചിട്ടുള്ളത്. Q is equal to minus W and is equal to minus 2.303. 2.03 minus means plus ആവില്ലേ. 2.03 NRT log V2 by V1 ഇങ്ങനെ വരിക അല്ലേ. V2 by V1. ഓക്കെ, അപ്പോൾ ഇവിടെ Q by T ആണ് എന്ത്? ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് മീൻസ് Q by T അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ക്യാൻസൽ ആവുന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 2.03 N ഇൻറ്റു R ഇൻറ്റു ലോഗ് എന്ന് വരും. ടെമ്പറേച്ചർ ടൈം കൂടെ മിസ്സാവും, വേറെ ഒന്നുമില്ല അതിൽ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ദ ഓക്സിജൻ നമ്പർ ഓഫ് അയോഡിൻ ഈസ് ഫ്രാക്ഷണൽ. ഇതിലേതിലാണ് അയോഡിൻ്റെ സ്റ്റേറ്റ് ഫ്രാക്ഷൻ വരുന്നത് എന്നാണ്. ഇതിലേതിലാണ് അയോഡിൻ്റെ സ്റ്റേറ്റ് ഫ്രാക്ഷന്? ഓക്കെ, IF7, I3 മൈനസ് IF5 ആൻഡ് IF3. സംശയമൊന്നുമില്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കിയെല്ലാം ഇൻ IF7 ഫ്ലൂറിൻ ദ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലിമെന്റ്, ദ വൺ ആൻഡ് ഓൺലി അലൗഡ് സ്റ്റേറ്റ് ഓഫ് ഫ്ലൂറിൻ ഈസ് -1 ആണ്. സോ അങ്ങനെയെങ്കിൽ ഹിയർ അയോഡിൻ ഈസ് ഇൻ +7 സ്റ്റേറ്റ് ആൻഡ് ഇൻ IF5 അയോഡിൻ ഈസ് ഇൻ +5 സ്റ്റേറ്റ് ആൻഡ് IF3 അയോഡിൻ ഈസ് ഇൻ +3 സ്റ്റേറ്റ്. ഇനി I3 മൈനസിൽ അയോഡിൻ്റെ സ്റ്റേറ്റ് എത്രയാ? I3 മൈനസിൽ അവിടെ നമുക്ക് സ്റ്റേറ്റ് പറയാൻ നമുക്ക് നോക്കാം, ഫ്രാക്ഷണൽ ആണോ എന്നുള്ളതാണ്. ഓക്കെ, I3 മൈനസിന് നമ്മൾ എന്ത് പറയും? അയോഡിൻ്റെ അൺനോൺ സ്റ്റേറ്റ് നമ്മൾ എന്ത് പറയും? എക്സ് ആണെന്ന് പറയും. 3 ആൾക്ക് 3x ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -1/3 എന്ന് പറയേണ്ടി വരും അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു -1/3. ദാറ്റ്സ് വൈ സിംപ്ലി ഇസ് കോൾഡ് ആസ് ഫ്രാക്ഷണൽ. ആക്ച്വലി ഇത് ഫ്രാക്ഷണൽ ആണോ? അല്ല. അത് ശരിക്കും എന്താ പറയുക കോൺസെപ്റ്റ്? ഈ ഓക്സിജൻ നമ്പർ ഫ്രാക്ഷൻ ആണ്, സ്റ്റേറ്റ് ഫ്രാക്ഷൻ അല്ല. ഞാൻ പറഞ്ഞത് മാറിയുണ്ട് അല്ലേ. സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓക്സിജൻ നമ്പർ എന്നാ പറയാ. ഓക്സിജൻ നമ്പർ ഫ്രാക്ഷൻ ആണ്. സ്റ്റേറ്റ് ഒരിക്കലും എന്താവാറില്ല, ഫ്രാക്ഷൻ ആവാറില്ല. ആക്ച്വലി സ്റ്റേറ്റ് മീൻസ് എന്താണ്? ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് വെൻ ബോണ്ട് ഫോംഡ് ഓർ ബോണ്ട് ഡിസോസിയേറ്റ്. ഒരു ബോണ്ട് ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതൊരിക്കലും ഫ്രാക്ഷൻ വരില്ല. അപ്പോൾ I3 മൈനസിൽ ഒരു അയോഡിനാട്ടും ഏത് സ്റ്റേറ്റിലില്ല? -1/3 സ്റ്റേറ്റിലില്ല. പിന്നെ ആരാ ഉള്ളത്? അത് I2 മൈനസ് അല്ലേ. അതിൽ I2 മൈനസ് അല്ലേ വരിക? അത് I2 മൈനസ് ആണ് വരുന്നത്. അതിൽ
ഒരാൾ -1 സ്റ്റേറ്റിലാണ്, രണ്ടാൾ 0 സ്റ്റേറ്റിലാണ് ഉള്ളത്. ഒരാൾ -1 സ്റ്റേറ്റിൽ, രണ്ടാൾ 0 സ്റ്റേറ്റിലും ഉള്ളത്. അങ്ങനെ ടുഗെദർ ആണ് എന്ത് വരുന്നത്? നെറ്റ് സ്റ്റേറ്റ് സം ഓഫ് സ്റ്റേറ്റ്സ് 0 + 0 + -1 ഫോർ മൂന്നാളായതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് -1/3 എന്ന് വരും. അങ്ങനെ സ്റ്റേറ്റിന്റെ ആവറേജ് ആണ് നമ്പർ ചില കേസിൽ വരിക. അപ്പോഴാണ് എന്താവുക? ഫ്രാക്ഷനായിട്ട് മാറുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ C3O2 ഇല്ലേ, C3O2 ഇല്ലേ, ഇതിൽ കാർബണിന്റെ സ്റ്റേറ്റ് ശരിക്കും എങ്ങനെയാ? നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ 3 കാർബൺ 3 X 2 ഓക്സിജൻ -4 = 0 or X = 4/3 എന്ന് പറയും. X = 4/3 +/- നമ്മൾ പറയും. ബട്ട് ആക്ച്വലി ഒരു കാർബൺ അവിടെ എന്തില്ല? +4/3 സ്റ്റേറ്റ് ഇല്ല അവിടെ. പിന്നെയോ സ്ട്രക്ചർ നമുക്കറിയാം, C ഡബിൾ ബോണ്ട് O, ഇതാണ് എന്ത്? ആ സ്ട്രക്ചർ C3O2യുടെ. അപ്പോൾ ഇതിൽ ഈ കാർബൺ 0 സ്റ്റേറ്റിൽ, കാരണം ഇയാൾക്ക് ഇയാളോടും ഇയാളുടെയാണ് ബോണ്ട് ഉള്ളത്. ഈ രണ്ട് കാർബൺ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല. ഈ രണ്ട് കാർബൺ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഡിഫറൻസ് ഇല്ലെങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തില്ല? ഹെറ്ററോളിറ്റിക് ഫിഷൻ നടക്കില്ല. ഷുഡ് ബി ഹോമോളിറ്റിക് ആയിരിക്കും. അപ്പോൾ ഹോമോളിറ്റിക് ഫിഷൻ, നോ ലോസ് നോ ഗെയിൻ. അപ്പോൾ ഇയാൾക്ക് എന്താണ്? 0 ആണ്. ഈ കാർബണെ സംബന്ധിച്ച് ഇവിടുന്ന് ഗെയിൻ ഒന്നുമില്ല, അവിടെ കാർബണാണ്, ബട്ട് ഇവിടെ ഓക്സിജൻ അല്ലേ. ഈ രണ്ട് ബോണ്ട് ഈ ഓക്സിജൻ വാങ്ങും. ഇയാൾ -2, ഇയാൾ +2. ഇവിടെ രണ്ട് ബോണ്ടും ആൾ വാങ്ങും. ഇയാൾ -2, ഇയാൾ +2. അപ്പോൾ കാർബണിന്റെ സ്റ്റേറ്റ്സ് ഏതാ അവിടെ? +2, 0 ആൻഡ് +2 ആ. സം ഓഫ് സ്റ്റേറ്റ്സോ +4 ആ. ടുഗെദർ 4 ആളില്ലേ, ഇറ്റ് ഈസ് 3 ആളില്ലേ, അങ്ങനെ +4/3 വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്സ് ഫ്രാക്ഷൻ അല്ല, സ്റ്റേറ്റിന്റെ ആവറേജ് ഫ്രാക്ഷൻ ആവാറുണ്ട്. ഓക്സിജൻ നമ്പർ ആയിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അവിടെ ഫ്രാക്ഷണൽ സ്റ്റേറ്റ് വന്നത് ആർക്കാണ്? ഇറ്റ് ഈസ് I3 1 - ആണ് ഫ്രാക്ഷണൽ സ്റ്റേറ്റിലെ ഫ്രാക്ഷണൽ നമ്പർ വരുന്നത്. നൗ ക്വസ്റ്റ്യൻ, ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ potassium dichromate plus XH2SO4 plus YSO2 gives K2SO4, Cr2SO4 and ZH2O ആണ്. XYZ R എന്നുള്ളതാണ്. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലെന്ന് ആദ്യം നമ്മൾ കൺഫേം ചെയ്യണം. ഒരു റിയാക്ഷൻ ബാലൻസിങ് കിട്ടിയല്ലേ. ഇപ്പോൾ നമ്മൾ റിഡോക്സിന്റെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കണ്ണടച്ചാണ്ട് നമ്മൾ നെറ്റച്ചാട്ടത്തിന് ഓക്സിജൻ നമ്പർ മെത്തേഡ് ചെയ്യാൻ പോകും നമ്മൾ, അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ചെയ്യും നമ്മൾ. അത് റിഡോക്സിന്റെ പാഠത്തിൽ റിഡോക്സിന്റെ ക്വസ്റ്റൻ ഉണ്ടാവുള്ളൂ. ജനറലി നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് കോഎഫിഷ്യൻ്റ് ചോദിച്ചാലോ ചാടി വീഴണ്ട, അത് ചെക്ക് ചെയ്യണം റിഡോക്സ് ആണോ അല്ലെങ്കിൽ കൺഫേം ചെയ്തിട്ട് നമ്മൾ അതിനെ മെത്തേഡ് സപ്ലൈ ചെയ്താൽ മതി. ഇതെന്തായാലും റിഡോക്സ് ആണ്, അവിടെ സീനില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കോഎഫിഷ്യൻസ് ചോദിക്കുന്ന സമയത്ത് റിഡോക്സ് ആണെങ്കിൽ മാത്രമല്ലേ അതിനെ മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റിഡോക്സ് ആണോ അല്ലേ നമ്മൾ നോക്കണം ആദ്യം. ഇത് റിഡോക്സ് ആണോ? പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയം ഈസ് ഇൻ +6 സ്റ്റേറ്റിലാണ്, ആൻഡ് ഹിയർ ക്രോമിയം +3 സ്റ്റേറ്റിലാണ്. ഓക്കെ, ഡിക്രീസ് ഉണ്ട് അവിടെ. ദെൻ സൾഫർ ഇവിടെ +6ലാണ്, ഇവിടെ +4ലാണ്. ഇവിടെ സൾഫർ +6ലാണ്. ഓക്കെ, അപ്പോൾ സൾഫറിന് ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്, ക്രോമിയത്തിൽ ഡിക്രീസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇയാൾ എന്താണ്? ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി ബാലൻസ് ചെയ്യണം. ഇവിടെ മറ്റൊന്ന്, ഈ റിയാക്ഷൻ ഓൾറെഡി ഫുള്ളി ബാലൻസ്ഡ് ആണ്. നമുക്ക് ടൈം കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, അതും കൂടെ ഉണ്ടല്ലോ. നമ്മൾ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒന്ന്, നമ്മൾ പഠിച്ച മെത്തേഡിൽ റിഡോക്സ് സോൾവ് ചെയ്യുക, എന്നിട്ട് അത് വഴി X Y Z കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യാം. അത് ചെയ്യാനുള്ള മാർഗം ഇതാ, ഡൈക്രോമേറ്റ് Cr2O7 2- plus SO2 giving Cr3+ and SO4 2-. നമ്മൾ ഓക്സിജൻ നമ്പർ മെത്തേഡ് കൊടുത്താൽ മതി. ഓക്സിജൻ നമ്പർ മെത്തേഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേറ്റ് മാർക്ക്, ഇയാൾ +6 സ്റ്റേറ്റിലാണ്, ഇയാൾ +3ലാണ്. 2 ക്രോമിയം, +3 സ്റ്റേറ്റിലുള്ള 2 ക്രോമിയം ഉണ്ട്. ഇവിടെ +6 2 ആളുണ്ട്. സോ പെർ ക്രോമിയം ഡിഫറൻസ് 3 ആണ്. പെർ 2 ക്രോമിയം ഡിഫറൻസ് എത്രയാ? 6 ആണ് ഡിഫറൻസ് വരിക. ഇനി SO2 സൾഫർ +4 സ്റ്റേറ്റിലാണ്, ഇവിടെ സൾഫർ +6 സ്റ്റേറ്റിലാണ്, ആൻഡ് 2 സൾഫർ ആറ്റംസ് ഡിഫർ ബൈ 2 ആണ്. അപ്പോൾ അവിടെ 6 ഇവിടെ 2 അല്ലേ, അപ്പോൾ 2 × 3 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ Cr2O7 2- plus 3SO2 giving 2Cr3+ plus 3SO4 2-.
ഈ സ്റ്റെപ്പ് കിട്ടിയാൽ നമ്മൾ നോക്കേണ്ടത് എന്താ പറയുക, നമുക്ക് വേണ്ട എക്സോ വൈയോ സെഡോ ഏതെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടോ നോക്കണം. നമ്മൾ ടൈമിൽ ആവിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ SO4 റിയാക്ടൻസ് എല്ലാം ആരും ഇല്ല. പിന്നെ വൈ ആ ഉള്ളത്, അതാരാ SO2 ആ. SO2 കോഎഫിഷ്യൻ്റ് 3 ആണ്. 3 വൈ വരുന്നത് ആരാ, ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ. വേറെ ഓപ്ഷൻസിലൊന്നും എന്തില്ല, ആ 3 ഇല്ലേ. അതുകൊണ്ട് ഇനി ബാക്കി ചെയ്യേണ്ടതില്ല. ഇനി 2 ഓപ്ഷൻ നിങ്ങൾ 3 ഉണ്ടെങ്കിലോ നമ്മൾ അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് Z വരുന്ന വാട്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് Z വരുന്നത്. അവിടെ മറ്റൊരു കാര്യം, അപ്പോൾ നമ്മൾ റിയാക്ഷൻ ബാലൻസിങ് കംപ്ലീറ്റ് ചെയ്യണം. നോ കാൽക്കുലേറ്റ് ദ ചാർജ് കൂട്ടി നോക്കേണ്ടി വരും അല്ലേ. കാൽക്കുലേറ്റിംഗ് ദി ചാർജ്. അപ്പോൾ ഇവിടെ എത്ര ചാർജ് കൂട്ടിൽ വരിക, ഇറ്റ് ഈസ് -2. ഇവിടെയോ ഇറ്റ് ഈസ് 2 × +3, 2 × +3 ആൻഡ് 3 × -2 +6ഉം -6ഉം ടോട്ടൽ 0 ആ. അപ്പോൾ ഇവിടെ -2 ആ. മീഡിയം അസിഡിക് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 2 H+ ആഡ് ചെയ്യേണ്ടി വരും. 2 H+ ആഡ് ചെയ്യേണ്ടി വരും. 2 H+. ഈ H+ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ വേറെ H ഒന്നുമില്ല, അവിടെ വേറെ H ഇല്ല, ഒരു H2O ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും, ഒരു H2O. അപ്പോൾ H2യുടെ കോഎഫിഷ്യൻ്റ് എത്രയാ, ഇറ്റ് ഈസ് 1. ഈ 2 H+ ആണ് സൾഫേറ്റുമായിട്ട് എന്തുണ്ടാവണേ, H2SO4 ആയിട്ട് മാറുന്നത്. അപ്പോൾ എക്സ് എത്രയായിരിക്കും അല്ലേ, 2H+ സൾഫേറ്റ് ബിക്കം എന്തായിട്ട് മാറും, H2SO4 ആയിട്ട് മാറും. അത് ഒരു H2SO4 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്, സെഡിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. 1 3 1. ഓപ്ഷൻ അഗെയിൻ എ കൺഫേംഡ്. അപ്പോൾ 3 നമ്മൾ എന്ത് ചെയ്യേണ്ട, റിസ്ക് എടുത്തുകൊണ്ട് മുഴുവൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു നമ്പർ കിട്ടുമ്പോൾ നമുക്ക് നേരത്തെ ലോക്ക് ചെയ്താൽ ഓപ്ഷൻ എ ലോക്ക്ഡ് ആയി, ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഒരു രീതി. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കംപ്ലീറ്റ് റിഡോക്സ് ബാലൻസ് ചെയ്തിട്ട്, അതാണ് ഏറ്റവും കോൺഫിഡൻസിനൊക്കെ ഏറ്റവും നല്ലത്, അങ്ങനെ തന്നെയാണ്. ഇനിയും രണ്ടാമത് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും സമയം എടുത്ത് മുഴുവൻ ബാലൻസ് ചെയ്യണോ, അല്ലാതെ ആൻസറിലേക്ക് എത്തിക്കാനുള്ള മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ്, സാധാരണ ഒരു റിയാക്ഷന് കംപ്ലീറ്റ് ആയിട്ട് അതിൽ റിയാക്ടൻറ്റുകളും പ്രൊഡക്റ്റും ഉണ്ട് എങ്കിൽ, ഇവിടെ നമുക്ക് ആസിഡിൻ്റെ H+ അവിടെ ഉണ്ട്, വാട്ടർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് കംപ്ലീറ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇവിടെ ബാലൻസിൽ കോഎഫിഷ്യൻസ് മാത്രമേ അൺനോൺ ഉള്ളൂ. റിയാക്ഷൻ കംപ്ലീറ്റ് ആണ്, ഇത് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഗിവൺ ആണ്. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആണ്, പക്ഷെ എന്തില്ല, കോഎഫിഷ്യൻസ് മാത്രമേ അൺനോൺ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് എന്ത്, കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടത് ഒന്ന് എക്സിൻ്റെ വാല്യൂ, ഒന്ന് വൈയുടെ വാല്യൂ, ഒന്ന് സെഡിൻ്റെ വാല്യൂ അല്ലേ. ഓക്കെ. അപ്പോൾ എക്സിലുള്ള ഒരാളെ പറയാം, എക്സിൻ്റെ വരുന്ന H2SO4 അല്ലേ. സൾഫറിനാണെങ്കിൽ വേറെയും കുറേ സോഴ്സുകളൊക്കെ ഉണ്ടേനും ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പോൾ നോക്കാം, XH2 ഹൈഡ്രജൻ്റെ നമ്പർ കൗണ്ട് ചെയ്യുക. റിയാക്ടൻ സെല്ലിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, XH2 2x. ദെൻ പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഇതാ ഇറ്റ് ഈസ് 2Z. അപ്പോൾ 2x ഷുഡ് ബി ഈക്വൽ ടു 2Z എന്ന് പറഞ്ഞാൽ x is equal to Z എന്നാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. എന്ന് പറഞ്ഞാൽ എക്സും സെഡും ഈക്വൽ ആവണം. അപ്പം നമുക്ക് നോക്ക് കണ്ടോ, അതിലെല്ലാം എന്താണ്, XZ ഈക്വൽ ആണ്. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലോ, ശരിയായില്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇവിടെ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ലെക്കിൽ എന്ത് ചെയ്യും, അതിൽ തന്നെ നമുക്ക് കണ്ടിട്ട് ആൻസർ കിട്ടുന്നു വരും. ഇനി രണ്ടാമത്, അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ ലോക്ക് ചെയ്തപ്പോൾ ലോക്ക് ആവുന്നില്ല. പിന്നെ പൊട്ടാസ്യം അല്ലെങ്കിൽ ക്രോമിയം അല്ലെങ്കിൽ ഓക്സിജനോ സൾഫറോ ഒക്കെ നമുക്ക് നോക്കാം. സൾഫറിനെ നോക്കാം. നമുക്കുള്ളതിന് എക്സും സെഡും, സെഡിൽ H ആണുള്ളത്, എക്സിലും വൈയിലും S ആണുള്ളത്. നമുക്ക് വേണ്ട നമ്പറുള്ള ആളുകളെ നോക്കുക നല്ലത്. സൾഫറിൻ്റെ ഒരു സോഴ്സ് എക്സ് ആണ്. ഇവിടെ S എത്ര ഉണ്ട്, എക്സ് ഉണ്ട്. പിന്നെ ഇവിടെ എത്ര ഉണ്ട്, Y, X+Y. ശരിയല്ലേ. എക്സ് വേറെ സൾഫറിൻ്റെ സോഴ്സ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇസ് ഈക്വൽ ടു X+Y ഇസ് ഈക്വൽ ടു, ഇവിടെ സൾഫർ കൗണ്ട് ചെയ്ത് നോക്ക്, ഇവിടെ ഒരു സൾഫറാണുള്ളത്, ഇവിടെയോ 3 സൾഫർ ഉണ്ട്. എത്ര ഉണ്ട്, 3 സൾഫർ ഉണ്ട്. 3s 3. ഓക്കെ. പിന്നെ ഇവിടെ സൾഫർ ഇല്ലേനും. അപ്പോൾ X+Y ഇസ് ഈക്വൽ ടു എത്രയാണ്, 1+3 ഇസ് ഈക്വൽ ടു 4 ആണ് വരേണ്ടത്. എക്സും വൈയും കൂട്ടി എത്ര വരണം, 4 വരണം. എക്സും വൈയും കൂട്ടിയാൽ 4 വരണം. 1+3 4 ആയി അല്ലേ. 4+1 5 വേണ്ട, 5 വേണ്ട, 3 വേണ്ട. ഓപ്ഷൻ എ കിട്ടി, നമുക്ക് അവിടെ ലോക്കായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ ഫുള്ളി ബാലൻസ്ഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ
കോഎഫിഷ്യൻസ് മാത്രമാണ് അൺനോൺ എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് റിഡോക്സ് റിയാക്ഷൻ ബാലൻസിങ് മറന്നുപോയി അതുകൊണ്ട് ഞാൻ ചെയ്യൂലെന്നും പറയാൻ പോകണ്ട. ഇതൊന്നും ഇല്ലാത്തൊരു മാർഗ്ഗം ഉണ്ട്. എന്തെന്നറിയോ, നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് അല്ലേ, ഈ 4 വാല്യൂടെ ഇൻപുട്ട് ചെയ്യുക. ആദ്യം ഓപ്ഷൻ എ ഇൻപുട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബാലൻസ് ആയോ ഇല്ലേന്ന്. ഇല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ്, 3 ചെക്ക് ചെയ്താൽ മതി. 4ാമത്തെ ആയിരിക്കുമല്ലോ എന്തായാലും. നമ്മുടെ ഒരു ജസ്റ്റ് ഒരു അവസാനത്തെ ഐഡിയ എന്നൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് മാർഗ്ഗം ഉള്ളത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് തന്നിട്ടുള്ള റിയാക്ഷൻ റിഡോക്സ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ്ലി എന്ത് വേണം, റിഡോക്സ് ആണെങ്കിൽ നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡിനെക്കാളും ബെറ്റർ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്, ഓക്സിജൻ നമ്പർ മെത്തേഡാണ്. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഓരോ കോഎഫിഷ്യന്റ് കിട്ടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ഓപ്ഷനോട് മാച്ചാണോ ആൻസർ പെട്ടെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയാവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാൻ നിൽക്കേണ്ട സമയം ഒരുപാട് വേസ്റ്റ് ആവും. കേട്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ദ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഓഫ് മീഥെയ്ൻ, ഈഥെയ്ൻ ആർ 360 and 620 kilocalorie per mole respectively. The CC bond energy is expected to be CC bond energy. ഇവിടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആണ്. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ തന്നിട്ടുണ്ട്. അതിൽ മീഥെയ്ൻ്റെതുണ്ട്, ഈഥെയ്ൻ്റെതുണ്ട്. ഇവിടെ മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ ആ മീഥെയ്നെ നമ്മൾ ആറ്റമൈസ് ചെയ്യുമ്പോൾ C+4H ആണ് ആക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ഡിസോസിയേഷൻ ഓഫ് 4 CH ബോണ്ടാണ്. മീഥെയ്നിൽ 4 CH ബോണ്ടിലുള്ളത്. അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ട എനർജി നമുക്ക് എത്ര തന്നിട്ടുള്ളത്, ഡെൽറ്റ H = 360 എന്ന് പറഞ്ഞാൽ അത് 4 CH ബോണ്ടിനാണ്. സോ ഫോർ 1 CH ബോണ്ടിന് എനർജി എത്ര വരിക, ഡെൽറ്റ H എത്ര വരിക, 360/4. അപ്പോൾ എത്ര വരിക, ഇറ്റ് ഈസ് 90 കിലോകലോറി. ഒരു മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ 4 CH ബോണ്ടാണ്. ആ 4 CH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സിയും 4 H ആവണമെങ്കിൽ വേണ്ട എനർജി എത്രയാ, 360. ഓക്കെ, 1 CH4 കണ്ടന്റ് 4 CH ബോണ്ട്സ് ആണെങ്കിൽ 4 CH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി 360 ആണെങ്കിൽ ഫോർ 1 CH ബോണ്ട് എത്രയാ, 360/4. ദ ആവറേജ് ബോണ്ട് എനർജി ഇറ്റ് ഈസ് 90 എന്നെടുക്കാം. നമുക്ക് ആ ഒരു വാല്യൂ 90 എന്നെടുക്കാം. ശരി, നൗ ഈഥെയ്ൻ എടുക്കുക. ഈഥെയ്ൻ്റെ സ്ട്രക്ചർ അറിയില്ല, CC ദെൻ ഇതാ അവിടെ 6 CH ബോണ്ട് ഉണ്ട് ആൻഡ് ഒരു CC ബോണ്ട് ഉണ്ട്. അതിന് വേണ്ട ടോട്ടൽ എനർജി എത്രയാ, 620. എത്ര വാല്യൂ, 620. നമുക്ക് ഏതാ വേണ്ടത്, 1 CC ബോണ്ടിന്റെ എനർജിയാണ് വേണ്ടത്. അതിലെന്ത് ചെയ്യണം, 6 CH ബോണ്ടിനെ മൈനസ് ചെയ്യണം. ഒരു CH ബോണ്ട് എത്രയാ, 90 അല്ലേ. അപ്പോൾ 6 CH ബോണ്ടോ, 6 × 90. അപ്പോൾ എത്രയായി, 9 × 6 54 അല്ലേ, 540. അപ്പോൾ 620 മൈനസ് 540 അപ്പോൾ എത്ര വരിക, ഇറ്റ് ഈസ് 80. അതായിരിക്കും ആരുടെ വാല്യൂ, CC ബോണ്ടിന്റെ വാല്യൂ. 8 കിലോകലോറി പെർ മോൾ. ഇവിടെ കൂടുതൽ ഇക്വേഷൻസും കോംപ്ലക്സിറ്റി ഒന്നും വേണ്ട, വെരി സിമ്പിളായിട്ട് ഞാൻ അതിനെ പ്രസന്റ് ചെയ്തു. CH4 മീൻസ് 4 CH ബോണ്ട് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നെറ്റ് എനർജി 360 എങ്കിൽ ഫോർ 1 CH ബോണ്ട് എത്ര വരിക, ഇറ്റ് ഇസ് 360/4, ഇറ്റ് ഇസ് 90. നൗ ഈഥെയ്ൻ്റെ വാല്യൂ 620 ഗിവൺ ആണെങ്കിൽ അതിൽ 6 CH ബോണ്ട് ബ്രേക്ക് ചെയ്യുക പ്ലസ് 1 CC ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്ട് ഫുൾ ആറ്റമൈസേഷനാണ്. ആറ്റമൈസ് മീൻസ് ടു കംപ്ലീറ്റ്ലി കൺവേർട്ട് ഇറ്റ് ഇൻടു 2 C അല്ലേ, 4 and 6 Hകൾ, 2 C and 6 H. അപ്പോൾ ടോട്ടൽ 6 CH ബോണ്ടുകളും 1 CC ബോണ്ടുമാണ്. ഫോർ എ 1 CH ബോണ്ട് ഇറ്റ് ഈസ് 90. ഫോർ 6 CH it is 6 × 90 540 and total 620, out of which 540 is CH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് ആൻഡ് റിമൈനിങ് 80 ആർക്കാണ്, ഇറ്റ് ഈസ് CC ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ്. മനസ്സിലായോ, സിമ്പിൾ തെർമോഡൈനാമിക്സ്. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statements are correct? Strong acids have very weak conjugate bases. Correct അല്ലേ? Weak acids have very strong conjugate bases. ശരിയല്ലേ? Strong bases have strong conjugate base. Acid തെറ്റാണ്. Weak acid weak തെറ്റല്ലേ? 1 and 2 കറക്റ്റ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന ഒരു സിറ്റുവേഷൻ ആണിത് അല്ലേ? ഇതിൽ സംശയം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ടേം പറയാം. നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ NCERT അതിതാണ്.
Ka into Kb equal to Kw. ഇതാണ് നമ്മൾ ആ കോൺജുഗേറ്റ് ആസിഡ് ബേസിന്റെ പവറിനെ അതിന് പെയറിനെ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത്തിനെ കമ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ Ka ആൻഡ് Kb എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഏത് ആസിഡ് ഏത് ബേസ്? ആൻ ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. ആൻ ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, അപ്പോൾ Ka of an acid into Kb of its conjugate base is equal to Kw. കിട്ടിയോ? Ka of an acid into Kb of its conjugate base is equal to Kw. And now at 25 degrees Celsius, Kw is equal to 10 raised to minus 14. ശരിയല്ലേ? എങ്കിൽ Ka into Kb equal to 10 raised to minus 14. അത് കോൺസ്റ്റന്റ് ആയല്ലേ? ഇവിടെ നോക്കൂ, ഈ Ka കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിൽ Kb കുറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആസിഡ് സ്ട്രോങ് ആവുമ്പോൾ ബേസ് എന്താവേണ്ടി വരും? Kb കുറഞ്ഞാൽ വീക്ക് ആവില്ലേ? തിരിച്ച് Ka കുറയുമ്പോൾ Kb കൂടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആസിഡ് വീക്ക് ആവുമ്പോൾ ബേസ് എന്താവേണ്ടി വരും? സ്ട്രോങ് ആവേണ്ടി വരും. ഇതാണ് ഇക്വേഷന്. Ka into Kb is equal to Kw എന്നൊരു ഇക്വേഷൻ അല്ലേ? ഇറ്റ്സ് വാലിഡ് ഓൺലി ഫോർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് സിസ്റ്റം. ആ ഇക്വേഷൻ ആർക്ക് മാത്രമാണ്? Ka and Kb is equal to Kw എന്നുള്ള എന്താണ്? ഇറ്റ്സ് വാലിഡ് ഓൺലി ഫോർ കോൺജുഗേറ്റ് പെയർ ഓൺലി. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഓൺലി. അവർക്ക് മാത്രം വാലിഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അത് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട് ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡറിലേക്ക് മാറ്റാൻ. നമുക്കറിയില്ലേ, I മൈനസ്, ദെൻ Br മൈനസ്, ദെൻ Cl മൈനസ്, F മൈനസ് നമ്മൾ ഓർഡർ ചെയ്താറില്ലേ? ഫ്ലോറൈഡ് സ്ട്രോങ്ങർ ദാൻ ആണ് എഴുതുക. വൈ? കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ആസിഡ് നോക്കും. Hi സ്ട്രോങ്ങർ ആസിഡ് ദാൻ HBr സ്ട്രോങ്ങർ ദാൻ Cl, HCl സ്ട്രോങ്ങർ ദാൻ HF. HF വീക്ക് ആസിഡ് ആണ് ഹാലജന്റെ ആസിഡ്സിൽ. അപ്പോൾ HFന്റെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. Hi സ്ട്രോങ് ആസിഡ് ആണ്, കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. ഇതുപോലെ നമ്മൾ പറയുന്നതാണ് എന്ത്? CH4 CH3 മൈനസ്, NH3 NH2 മൈനസ്, H2O OH മൈനസ്, HF F മൈനസ്. ഇവിടെ HF സ്ട്രോങ്ങർ ആസിഡ് ദാൻ H2O ദാൻ അമോണിയ ദാൻ അങ്ങനെ വരിക. അപ്പോൾ ഫ്ലൂറൈഡ് ആണ് വീക്ക് ബേസ് ദാൻ OH മൈനസ് വീക്കർ ദാൻ NH2 മൈനസ് വീക്കർ ദാൻ CH3 മൈനസ്. ഇത് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? ഇതൊക്കെ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡറാണ് ഞാൻ പറയുന്നത്. ബേസിക് സ്ട്രെങ്ത് കാരണം കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ആസിഡിന്റെ ആസിഡ് സ്ട്രെങ്ത് നമുക്കറിയാം. റിവേഴ്സ് ഓർഡർ ബേസിക് സ്ട്രെങ്ത് എടുക്കുക. ദെൻ CH3 CH2 മൈനസ്, ദെൻ CH2 ഡബിൾ ബോണ്ട് CH മൈനസ്, ദെൻ CH ട്രിപ്പിൾ ബോണ്ട് C മൈനസ്. ഇതിലോ അസറ്റലൈൻ മോർ അസിഡിക് ദാൻ എത്തിലൈൻ മോർ ദാൻ ഇറ്റ് ഈസ് ഈത്തൈൻ ആണ്. അപ്പോൾ ഇത് മോർ ബേസിക് ലീസ്റ്റ് ബേസിക്. അതുപോലെ മറ്റൊരെണ്ണാണ് OH മൈനസ് ആൻഡ് H മൈനസ് കമ്പയർ ചെയ്യുമ്പോൾ H മൈനസ് മോർ ബേസിക് ദാൻ OH മൈനസ്. അപ്പോൾ ഇങ്ങനത്തെ ടേംസ് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ ബേസിക് സ്ട്രെങ്ത് മാത്രം കമ്പയർ ചെയ്ത്. വായി അവിടെ കോൺജുഗേറ്റ് ആസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന ടൂൾസ് നമുക്കറിയാം. അത് ബോണ്ട് ലെങ്ത് നോക്കാം, പൊളാരിറ്റി നോക്കാം, അല്ലെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഓർഡർ കിട്ടിയിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡർ ആയിട്ട് നമ്മൾ എന്താ പറയുക? ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ഇനി കാണുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഈ ഇക്വേഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. What is the enthalpy change for 2H2O2 liquid gives 2H2O liquid plus O2 gas if heat of formation of H2O2 and H2O are minus 188 and minus 286 respectively? What is enthalpy change for this reaction ആണ്? Heat of formation of this and this is given ആണ്. Okay. In terms of enthalpy of formation, what is enthalpy of reaction? Enthalpy of reaction means enthalpy of a reaction എന്ന് പറഞ്ഞാൽ എന്താണ്? Enthalpy of formation of product minus enthalpy of formation of reactant. ശരിയല്ലേ? ഇവിടെ പ്രൊഡക്റ്റ് ആരാ? 2H2O and O2 അല്ലേ? For 1H2O formation എത്രയാ? It is minus 286 ആണ്. minus 286. അപ്പോൾ 2H2O അല്ലേ? അപ്പോൾ 2 into minus 286 into 2 അതാണ് പ്രൊഡക്റ്റ് വരുന്നത് ആണല്ലോ.
ഓക്സിജൻ ഗ്യാസ് എലമെന്റൽ സ്റ്റേറ്റിലാണ്, അത് എടുക്കേണ്ടതില്ല, സീറോ ആയിരിക്കും. എന്തായാലും ഫോർമേഷൻ ഓഫ് ഗ്യാസ് ഫ്രം ഇറ്റ്സ് എലമെന്റ് ഫോർ ഓഫ് എലമെന്റ് എന്താണ്, സീറോ അല്ലേ, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനർജി ചേഞ്ച് ഉണ്ടായിട്ടില്ല അവിടെ. അപ്പോൾ 286 ഇൻറ്റു 2 ദെൻ 188 ഇൻറ്റു 2 അല്ലേ, 2H2O അല്ലേ വരിക, 188 ഇൻറ്റു 2. ഓക്കെ, മൈനസ് 188 മൈനസ് വരും അല്ലേ, 88 ഇൻറ്റു 2 മൈനസ് 188 ഇൻറ്റു 2. അപ്പോൾ റിയാക്ടൻ്റ് എത്രയാ, റിയാക്ടൻ്റ് H2O2 ആണ്, ആളുടെ എത്രയാ മൈനസ് 188 ആണ്, അത് 2 മോളുണ്ട് ഇൻറ്റു 2 ദെൻ 286ഉം അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. 288 188 ഡിഫറൻസ് വരിക, ഇറ്റ് ഈസ് 100 ആണ്, 100 98 ഇൻറ്റു 2 ഇറ്റ് ഈസ് 196 പ്ലസ് മൈനസ് വരിക മൈനസ് 196. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ അല്ലേ, 98 ഇൻറ്റു 2 എന്ന് വരും, ശരിയല്ലേ. ഇറ്റ് ഈസ് മൈനസ് 196 മൈനസ് 196 കിലോ ജൂൾ എന്ന് വരും. കുഴപ്പമില്ലല്ലോ. എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ്, ദാറ്റ് ഈസ് ദി ആൻസർ, മൈനസ് 196. ഇനി question number 9, if equilibrium constant of the reaction of a weak acid HA with a strong base is 10 raised to minus 7, then pOH of the aqueous solution of 0.1 molar NaA is. ഇവിടെ ഒരു എറർ ഉണ്ട് ക്വസ്റ്റ്യനിൽ, ശ്രദ്ധിച്ചൊന്നറിയില്ല, ഒരു കുഞ്ഞു പ്രോബ്ലം ഉണ്ട്. എന്തെന്നറിയോ, ഒരു ക്വസ്റ്റ്യനിൽ എറർ ഉണ്ടായിരുന്നു. Equilibrium constant of the reaction of weak acid with a strong base is 10 raised to minus 7 അല്ല, it is 10 raised to plus 7 ആണ്, 10 raised to 7 ആണ് കേട്ടോ. അതൊരു ന്യൂട്രലൈസേഷൻ ആണിത്, ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ. ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ എപ്പോഴും എന്താണ്, ഹൈലി സ്പോണ്ടേനിയസ് ആണ്, KC വെരി ലാർജും ആയിരിക്കും. ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ അല്ലേ, KC ഷുഡ് ബി ലാർജ് ആണ് ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ്റെ. അപ്പോൾ ഇത് 10⁻7 ആണ്, അങ്ങനെ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താണ്, pOH, അത് കുഴപ്പമില്ലെങ്കിൽ pH കിട്ടില്ല, 40 minutes pH ചെയ്ത pOH കിട്ടും. അക്വസ് സൊല്യൂഷൻ ഓഫ് 0.1 മോളാർ, അപ്പോൾ കോൺസെൻട്രേഷൻ ആയി NaA. എന്നാൽ ആരാണത്, സോഡിയം സാൾട്ട് ഓഫ് ആസിഡ് ആണ്, ഏതൊരു സാൾട്ട് ആണ്, ഏതാ സാൾട്ട്, സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് സാൾട്ട് ആണ്, സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് സാൾട്ട് ആണ് NaA. ക്ലിയർ ആണോ. അപ്പോൾ സാൾട്ടിൻ്റെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്, ഹൗ ടു ഗെറ്റ് pH വാല്യൂ, pH is equal to 7, സ്ട്രോങ് ബേസ് അല്ലേ 7 പ്ലസ് ഹാഫ് ഇൻറ്റു വീക്ക് ബേസ് വീക്ക് ആസിഡ് അല്ലേ pKa പ്ലസ് ലോഗ് C ഒക്കെ 0.1 ആണ്, pKaക്ക് Ka തന്നിട്ടില്ലല്ലോ, ഇല്ല, പകരം എന്താ തന്നിട്ടുള്ളത്, വീക്ക് ആസിഡ് HAയും സ്ട്രോങ് ബേസ് NaOH തമ്മിലുള്ള റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഗിവൺ ആണ്, NaA ആൻഡ് H2O. ഇതാണ് പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇയാളുടെ KC വാല്യൂ ആണ് എന്ത്, 10 raised to KC is equal to 10 raised to 7, മൈനസ് 7 അല്ല, ഞാൻ 7 ആക്കിയിട്ടുണ്ട്, ന്യൂട്രലൈസേഷൻ അല്ലേ. പക്ഷെ നമുക്ക് അതുകൊണ്ട് ആയില്ലല്ലോ. നോക്കൂ, ഈ റിയാക്ഷൻ്റെ റിവേഴ്സ് എന്താ പറയുക, നമുക്ക് വേണ്ടത് HA എന്ന ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റാണ് വേണ്ടത്. ഈ റിയാക്ഷൻ റിവേഴ്സ് എന്താ പറയുക, NaA plus H2O ഗിവിങ് NaOH ആൻഡ് HA. ഈ പ്രോസസ്സിൻ്റെ പേരറിയോ, ഇവിടെ ഫസ്റ്റ് പ്രോഗ്രാം ഈസ് ന്യൂട്രലൈസേഷൻ, അതിൻ്റെ റിവേഴ്സ് എന്താ, സോൾട്ട് പ്ലസ് വാട്ടർ ഗീവ്സ് ആസിഡ് ആൻഡ് ബേസ്. ദ പ്രോസസ് ഈസ് കോൾഡ് സാൾട്ട് ഹൈഡ്രോളൈസിസ്. ഈ പ്രോഗ്രാം എന്താണ്, റിവേഴ്സ് ഈസ് സോൾട്ട് ഹൈഡ്രോളൈസിസ്, റിവേഴ്സ് ഈസ് സോൾട്ട് ഹൈഡ്രോളൈസിസ്. ഓക്കെ, ഒരു റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തില്ല, KC എന്താ ചെയ്യേണ്ടത്, KC ഹൈഡ്രോളൈസിസ് ആയതുകൊണ്ട് ഞാൻ KH എന്ന് ചെയ്തു. സോ 10 raised to minus 7 ആയി KHൻ്റെ വാല്യൂ, 10 raised to minus 7, KH എത്രയാ, 10 raised to minus 7. ഇവിടെ കിട്ടിയോ. ഓക്കെ, അപ്പോൾ സോൾട്ട് ഹൈഡ്രോളൈസിസിൻ്റെ KH കിട്ടി. ഇനി പറ, KH എന്ന് പറഞ്ഞാൽ ഫോർ ഹൈഡ്രോളൈസിസ് ഇറ്റ് KW/Ka ആണ്. ഒരു വീക്ക് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ബേസ്മെന്റ് സാൾട്ട് ഉണ്ട്, ഹൈഡ്രോളൈസിസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ KW/Ka ആണ്. ഫ്രം ദിസ് വാട്ട് ഈസ് Ka, ഇറ്റ് ഈസ് KW/KH. 10 raised to minus 14 by
10 raised to minus 7 is equal to 10 raised to minus 7. Okay, a value എത്രയാ 10 raised to minus 7. Ka is equal to 10 raised to minus 7. ഇനി പറയൂ Ka 10 raised to minus 7 ആയാൽ Pk എത്ര വരിക നിങ്ങളുടെ തിരിച്ചു വരി which is equal to 7 plus half into Pk എത്രയാ negative log 10 raised to minus 7. It is 7. Negative log 10 raised to minus 7 plus log 10 raised to minus 1. ശരിയല്ലേ അപ്പോൾ എത്ര വാല്യൂ വരിക 7 പ്ലസ് ഹാഫ് ഇൻറ്റു നെഗറ്റീവ് ലോഗ് 10 മീൻസ് 7 ആണ് 7 മൈനസ് 1 7 മൈനസ് 1 6/2 6/2 മീൻസ് 3 3 പ്ലസ് 7 10 എന്ന് വരും സോ പി എച്ച് വാല്യൂ 10 കിട്ടും സോ പി ഒ എച്ച് എത്രയാ ഇറ്റ് ഈസ് 14 മൈനസ് 10 ഇസ് ഈക്വൽ ടു 4. The answer is option C. 4 is the answer. ഇതാണ് വരിക ഒരു കുഞ്ഞ് എറർ ഉണ്ടായിരുന്നു എന്താണ് അതൊരു ഒന്നൊന്നര എററാണ് കേട്ടോ കാരണം നമ്മളിവിടെ ഇതെങ്ങാനും 10 raised to minus 7 പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ വാല്യൂ 10 raised to minus 7 ആവും KH 10 raised to plus 7 ആവും അത് നടക്കാത്ത കാര്യമാണ് അത് പ്ലസ് 7 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും KA 10 raised to plus 7 അല്ലേ വരിക പ്ലസ് 21 ഒക്കെ വരും അവസാനം വലിയ ഫാർ ഔട്ട് വാല്യൂ വരും അപ്പോൾ ഇവിടെ എറർ ഇതായിരുന്നു 10 raised to minus 7 അല്ല 10 raised to plus 7 ആണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടല്ലോ ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ഡൗട്ട് വല്ലതുണ്ട് വെച്ച് പറഞ്ഞോണ്ട് ശരി ഇനി ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 enthalpy of formation of HF and HCl are minus 161 kilojoule and minus 92 kilojoule per respectively, which the statement is incorrect. But enthalpy of formation, what is that? Enthalpy of formation means the energy or heat released during the formation of heat or energy released during the formation of one mole of carbon from its element is called enthalpy of formation. But എന്തുകൊണ്ടാണ് എനർജി റിലീസ് ഉണ്ടാവണേ why what's the reason for the release of energy റിലീസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റെബിലൈസേഷൻ ആണ് they are getting more stabilizer stabilization means എന്താണ് a state of stability the lower energy state is the most stable state so energy decreasing means എന്താണ് they are stabilized more okay അങ്ങനെ നമുക്ക് എന്ത് പറയാം ഇവിടെ ആർക്കാണ് മോർ റിലീസ് ഉണ്ടായത് HF minus 161 HCl minus 92 തന്നുള്ള ഡാറ്റ അങ്ങനെയല്ലേ അപ്പോൾ HFന്റെ കേസിലാണ് മോർ എനർജി റിലീസ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എന്ത് പറയാം HF ഈസ് മോർ സ്റ്റേബിൾ ദാൻ HCl എന്ന് പറയേണ്ടി വരും ഓപ്ഷൻ ഡി കൊടുക്കാം ആൻസർ ആയിട്ട് ഇവിടെ കിട്ടിയോ HCl മോർ സ്റ്റേബിൾ പറയാൻ കഴിയില്ല HF ആൻഡ് HCl എക്സോതെർമിക് കോമ്പൗണ്ട് പറയാൻ കഴിയില്ലല്ലോ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ടു ഹൈഡ്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ അഫിനിറ്റി ഓഫ് ക്ലോറിൻ ടു ഹൈഡ്രജൻ അതും ശരിയായിട്ട് പറഞ്ഞൂടെ അങ്ങനെ HFന് മോർ റിലീസ് ഉണ്ടായെങ്കിൽ എന്താ മീനിങ് HFനാണ് കാരണം ഹൈഡ്രജൻ ഉണ്ട് ദെൻ ഫ്ലൂറിൻ ഉണ്ട് ക്ലോറിൻ ഉണ്ട് ഇതിൽ ഫ്ലൂറിൻ ആൻഡ് ഹൈഡ്രജൻ കൂടുന്ന സമയത്താണ് മോർ റിലീസ് ആരെക്കാളും ക്ലോറിൻ ആൻഡ് ഹൈഡ്രജനേക്കാളും റിലീസ് എങ്കിൽ എന്താ മീനിങ് ആരാ മോർ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഫ്ലൂറിൻ വിത്ത് ഹൈഡ്രജൻ HF ആണ് മോർ സ്റ്റെബിലൈസ് ചെയ്യുന്നത് വൈ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് ഗിവൺ ഡാറ്റ ഈ ഡാറ്റ തെറ്റാണ് ഇവരൊന്നും പറയല്ലോ അതില്ലേ ഡാറ്റ 161 192 ആണെങ്കിലും അതിൽ കഥയില്ല ഈ തന്ന ഡാറ്റ പ്രകാരം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏതെറ്റാ കാരണം എന്താണ് HCl അല്ല അവിടെ ഗിവൺ ഡാറ്റ സേസ് ഡ്യൂറിങ് HF ഫോർമേഷൻ മോർ എനർജി റിലീസ്ഡ് മീൻസ് എന്താണ് HF ഈസ് മോർ സ്റ്റെബിലൈസ് എന്ന് പറയേണ്ടി വരും HF ആൻഡ് HCl എക്സോതെർമിക് കോമ്പൗണ്ട് എന്ന് പറയാൻ കഴിയുമോ ആ എക്സോതെർമിക് കോമ്പൗണ്ട് ഫോർമേഷൻ ഈസ് എക്സോതെർമിക് ആണ് റിലീസ് ഓഫ് എനർജി അല്ലേ ഫോർമേഷൻ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും പറയല്ലേ ഇവിടെ സോറി വൺ ക്വസ്റ്റ്യൻ അയ്യോ ഞാനേ കറക്റ്റാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ ഇൻകറക്റ്റ് അല്ലേ നോക്കണ്ടേ ഓക്കെ അപ്പോൾ ഇൻകറക്റ്റ് ആണ് ഞാൻ കറക്റ്റ് സെർച്ച് ചെയ്യണ ഇതിലായിരുന്നു ഓക്കെ എനിവേ HF ഈസ് മോർ സ്റ്റേബിൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെയോ ഇൻകറക്റ്റ് അല്ലേ വേണ്ടേ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ് HCl ഈസ് മോർ സ്റ്റേബിൾ ദാൻ HF എന്താണ് ഇൻകറക്റ്റ് ആണ് തെറ്റാണ് ഇനി നോക്കൂ HF and HCl are exothermic compounds. That means during their formation, they releases huge amount of energy. ആണ് രണ്ടും നെഗറ്റീവ് അല്ലേ കാണുന്ന ഫോർമേഷൻ എക്സോതെർമിക് ആണ്
അപ്പോൾ അതും ശരിയാണ്. ദെൻ ഇതും ശരിയാണ്. അഫിനിറ്റി ഫോർ ഫ്ലൂറിൻ ഈസ് ടു ഹൈഡ്രജൻ ഈസ് ഗ്രേറ്റർ. അതാണ് HF ഫോം ചെയ്യാൻ ടെൻഡൻസി കൂടുതലുള്ള കാരണം. ക്ലോറിൻ വിത്ത് ഹൈഡ്രജൻ മോർ അഫിനിറ്റി ഈസ് ദെയർ. സോ BCD കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. A ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. Question number 11. If x gram is the mass of sodium hydrogen oxalate required to neutralize 100 ml of 0.2 molar NaOH and y gram that required to reduce 100 ml of 0.02 molar KMnO4 in acidic medium, then x ഉം y ഉം റിലേഷൻ കണ്ടുപിടിക്കാനാണ്. രണ്ട് സ്റ്റെപ്പാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. നമ്മൾ രണ്ട് നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് x ആണ്, ഒന്ന് y ആണ്. നോക്കൂ, x gram is the mass of sodium hydrogen oxalate required to neutralize. The first reaction is neutralization ആണ്. ആര് തമ്മില്? സോഡിയം ഹൈഡ്രജൻ ഓക്സലേറ്റ് വിത്ത് NaOH. ഇതാണ് റിയാക്ഷൻ ഉള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക ഈ റിയാക്ഷൻ്റെ പോസിബിലിറ്റി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2C2O4 ആണ്. രണ്ട് അസിഡിക് H ഉണ്ടാവത്തില്ലേ, അതിലേക്ക് ഒരു NaOH ആഡ് ചെയ്തപ്പോൾ അതിനകത്തെ ഒരു H+ ഓരോ OH ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു, ഒരു H ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ H എന്ത് H ആണ്? അസിഡിക് H ആണ്. അതിന് ഈ OH എന്ത് ചെയ്യാം? ന്യൂട്രലൈസ് ചെയ്യാം. അപ്പോൾ ഒരു H2O ഉണ്ടാവും. പിന്നെ ആരുണ്ടാവുക? Na2C2O4 സോഡിയം ഓക്സലേറ്റ് ആയിട്ട് മാറും പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ ബാലൻസ് ആയപ്പോൾ റിയാക്ഷൻ ഇപ്പോൾ ബാലൻസ് ആയിട്ടുണ്ടോ? ഇറ്റ് ഈസ് 1:1:1:1. റിയാക്ഷൻ ബാലൻസ്ഡ് ആണ്. റിയാക്ഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ റിക്വയർമെന്റ് നോക്കാം. ഇവിടെ NaOH എത്രയുണ്ട്? 100 ml NaOH is here and 0.2 molar എന്ന് പറഞ്ഞാൽ 100 into 0.2 it is 20 millimole NaOH is here. 20 millimole NaOH. And we know 1 mole sodium hydrogen oxide require 1 mole NaOH. About to neutralize 20 millimole of NaOH we need 20 millimole of sodium hydrogen oxalate. എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രാം ആണ് സാമ്പിൾ ഉള്ളത്. അപ്പോൾ എക്സ് ഗ്രാം സാമ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമോളാണ്? 20 മില്ലിമോളാണ്. എക്സ് ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമോളാണ്? 20 മില്ലിമോൾ. ക്ലിയർ ആയോ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് is equal to 20 into the molar mass. 20 മില്ലിമോൾ അല്ലേ? അപ്പോൾ 20 into 10⁻³ into molar mass. അത്രയും ഗ്രാമാണ്. മോളാർ മാസ് പിന്നെ കൂട്ടി നോക്കാം നമുക്ക്. ജസ്റ്റ് വെയിറ്റ്. സോ 20 into milli into molar mass m ഗ്രാം. ദാറ്റ്സ് വാല്യൂ ഓഫ് എക്സ്. ഇതേപോലെ രണ്ടാമത്തെ റിയാക്ഷൻ ചെയ്യണം. സെക്കൻഡ് റിയാക്ഷൻ അതെങ്ങനെ വരിക? സെയിം റിയേജന്റ് NaHC2O4. ഇറ്റ്സ് y gram ഈസ് റിക്വയർഡ്. NaHC2O4 plus y gram required to reduce 100 ml 0.02 molar KMnO4. Reaction is with KMnO4. Potassium permanganate reaction ഉള്ളത്. In acidic medium we know permanganate changes to Mn2 plus and oxalate becomes CO2. ആ ഡിഫറൻസ് ഒന്ന് കണ്ടിട്ട് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കണം അവിടെ. ഇതാ ഓക്സാലിക് ആസിഡിന്റെ ഓക്സലേറ്റിലെ കാർബൺ +3 ആണ്, CO2 +4 ആണ്. അപ്പോൾ ഡിഫറൻസ് എത്ര വരിക? ഡിഫറൻസ് +3 ഉള്ള രണ്ടാളില്ലേ? സോ +6 +4 ഉള്ള ഒരാൾ രണ്ടാളാക്കുമ്പോൾ +8. നൗ ഡിഫർ ബൈ 2 ആണ് ഡിഫറൻസ് വരിക. ഡിഫറൻസ് 2. പെർമാംഗനേറ്റിലെ മാംഗനീസ് +7 ഇവിടെ +2 ഡിഫറൻസ് 5. എന്ത് ചെയ്താൽ മതി? അങ്ങോട്ടോട്ട് ക്രോസ് ചെയ്താൽ പോരെ. ഇയാളെ ഇൻറ്റു 5, ഇയാളെ ഇൻറ്റു 2. അപ്പോൾ എന്ത് കിട്ടിയ പറ? 5 NaHC2O4 റിക്വയർ 2 KMnO4. ബാക്കി അവിടെ നിൽക്കട്ടെ, ഗീവ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നോക്കൂ, 2 മോള് KMnO4 റിയാക്ട് ചെയ്യാൻ 5 മോള് ഓക്സലേറ്റ് വേണം. ഫോർ 2 മോൾ ഓഫ് പെർമാംഗനേറ്റ് 5 mole of NaH oxalate sodium hydrogen oxalate is required. ശരിയാണോ? 2 മോളിന് 5 മോള് വേണം. നമുക്ക് എത്ര പെർമാംഗനേറ്റ് ഉള്ളത്? 100 ml 0.02 എന്ന് പറഞ്ഞാൽ 2 മില്ലിമോൾ ആണോ?
യെസ് ഇറ്റ് ഈസ് 2 millimole. അപ്പോൾ 2 millimole നമുക്ക് വേണ്ടത് എത്രയാ? 2 millimole കറസ്പോണ്ടിന് വേണ്ടത് 5 millimole is required. ഈ 5 millimole വെയിറ്റ് ആണ് എന്ത്? y gram എന്ന് പറഞ്ഞാൽ 20 millimole വെയിറ്റ് എത്രയാ? ഇറ്റ് ഈസ് x gram. 5 millimole വെയിറ്റ് എത്രയാ? y gram. So what's the value of y? Now y is equal to 5 millimole, 5 into 10⁻³ into molar mass gram. Ni para. What's the relation between x and y? Here x by y is equal to എന്ത് കിട്ടും പറ? 20 into 10⁻³ into m divided by 5 into 10⁻³ into m. m milli പോയി 20/5 4 is equal to 4 എന്ന് പറഞ്ഞാൽ x is equal to 4y. x is equal to 4y. Option C is the answer. x is equal to 4y. മനസ്സിലായോ? ഓപ്ഷൻ ഏതാ വരിക? C is the answer. ക്ലിയർ അല്ലേ? ഇനി അടുത്തേക്ക് പോകാലോ. ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അശ്രദ്ധ ഉണ്ടാവുമോ? അങ്ങനെ ചാൻസ് ഒന്നുമില്ല, പക്ഷെ ചെയ്യാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ബേജാറായി പോകും, എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നിപ്പോവും. സംഭവം ചെയ്തപ്പോൾ ഒന്നുമില്ലല്ലോ. കുറച്ച് സമയം എടുക്കുമെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നും ഉള്ള ക്വസ്റ്റ്യൻ അല്ല ഇത്. കേട്ടല്ലോ? ഇനി in which of the following reaction H2SO4 act as an acid as well as an oxidant? H2SO4 acting as acid as well as an oxidant. രണ്ട് റോളാണ് വരേണ്ടത്. ഒന്ന് ആസിഡായിട്ട് ബിഹേവ് ചെയ്യണം, രണ്ടെന്ത് ചെയ്യണം? ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടും ബിഹേവ് ചെയ്യണം. അത് ഇതിൽ ഏതാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ആൻസർ ഏതാണ്? ചെക്ക് ചെയ്താൽ പോരെ. H2SO4 റിഡക്ഷൻ നടക്കും വേണം, പിന്നെ ആളെ ആസിഡായിട്ട് ആക്ട് ചെയ്യും വേണം. വാട്ട് ഇസ് എൻ ആസിഡ്? അതൊന്നെങ്കിൽ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എക്സാമ്പിൾ വേണം, അല്ലെങ്കിൽ വിത്ത് മെറ്റൽ ദേ ക്യാൻ ലിബറേറ്റ് H2 ഗ്യാസ് എന്നും പറയണം. വേണ്ടേ? അപ്പോൾ ഇവിടെ ഒരു മെറ്റൽ, ഇവിടെ H2SO4 ആസിഡാണ്, ഇത് ബേസാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താണ്? സോൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്തില്ല? റെഡോക്സ് ചേഞ്ച് ഇല്ല. സോ ഇത് ആസിഡ് ബേസ് റിയാക്ഷൻ ആണ്. സോ H2SO4 ആക്ട് ആസ് ആസിഡ് ഓക്കെ ആണ്, ബട്ട് എന്തല്ല? ഓക്സിഡൈസിങ് ഏജന്റ് അല്ല. ലാസ്റ്റ് എക്സാമ്പിളിൽ ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ സാൾട്ട് ഫോർമേഷൻ ആണ്. ഡിസ് ആസിഡ് ഓക്കെ, ബട്ട് എന്തില്ല? ഓക്സിഡൈസിങ് ഏജന്റ് അല്ല. ഇനി ഓപ്ഷൻ സി ആണെങ്കിലോ ഇത് മെറ്റലാണ് സൾഫ്യൂരിക് ആസിഡ്. എന്താ ഫോം ചെയ്യുക? കോപ്പർ പ്ലസ് H2SO4, കോപ്പർ പ്ലസ് H2SO4. റിയാക്ഷൻ നടക്കുമോ? പ്രയാസമാണല്ലേ? കോപ്പർ ആൻഡ് H2SO4. അവിടെ കോപ്പറിൻ്റെ എന്തായാലും എന്ത് നടന്നിട്ടുണ്ട്? ഈ തന്നിട്ടുള്ള റിയാക്ഷൻ എന്തായാലും എന്താണ്? കോപ്പർ +2 സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സാൾട്ടായിട്ട് മാറുന്നുണ്ട് അല്ലേ? കോപ്പർ ഡിസോൾവ്സ് ഇൻ സൾഫ്യൂരിക് ആസിഡ്, കോപ്പർ സൾഫേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ആയി എങ്കിൽ കോപ്പർ പ്ലസ് H2SO4 എന്താ ഉണ്ടായിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് സിംപ്ലി കോപ്പർ സൾഫേറ്റ് ആൻഡ് അഗെയിൻ H2 ഗ്യാസ് ഈസ് ഫോംഡ്. കോപ്പർ ഡിസോൾവ്ഡ് ആൻഡ് H2 ഗ്യാസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഔട്ട്. ഓക്കെ, ഇനി ഈ H2 ഗ്യാസ് പ്രൊഡക്റ്റ് സൈഡിൽ കാണുന്നില്ലല്ലോ. ഇല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി റിഡോക്സിൻ്റെ പ്രൊഡക്റ്റ് അല്ല, ആണോ? അല്ല, റിഡോക്സ് ആണ്, ആസിഡ് ബേസ് റിയാക്ഷൻ തന്നെയാണ് അത്. പക്ഷേ H2 ഗ്യാസിനെ H2SO4 എന്ത് ചെയ്യുമ്പോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് അത് H2O മാറ്റിക്കളി. H2O ആൻഡ് SO2 ഗ്യാസ് ഉണ്ടാവും. H2O ആൻഡ് SO2. ഇവിടെ നമ്മൾ ഈ റിയാക്ഷനെ റിഡോക്സ് ആയിട്ടും ഇതിന് ആസിഡ് ബേസ് റിയാക്ഷൻ ആയിട്ടും ഇതിനെന്ത് ചെയ്താൽ മതി? റിഡോക്സ് ആയിട്ടും കൺസിഡർ ചെയ്താൽ മതി, ഓക്സിഡേഷൻ ആയിട്ടും. കോപ്പറുമായിട്ട് H2 ഗ്യാസ് ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. കോപ്പർ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യുമോ? കോപ്പർ ഇസ് ലെസ് ആക്റ്റീവ് ദാൻ ഹൈഡ്രജൻ അല്ലേ? കോപ്പർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ കൂടുതൽ, ഹൈഡ്രജൻ കുറവല്ലേ? അപ്പോൾ ചാൻസ് ഇല്ലല്ലോ. അവിടെ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ശരിക്കും അങ്ങനെയല്ല, നമ്മൾ പറയുമ്പോൾ അങ്ങനെ എഴുതിയെന്നുള്ളൂ. അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിൽ മാത്രം പോസിബിലിറ്റി വരുന്നേ ഉള്ളൂ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിൽ മാത്രം. നൈട്രിക് ആസിഡ് നമുക്ക് കുഴപ്പമില്ല, കോപ്പറായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും. നൈട്രിക് ആസിഡിന് HCl പറ്റില്ല, റെഡ്യൂസിങ് ആസിഡ് ആണ്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഓക്സിഡൈസിങ് ആസിഡ്. അപ്പോൾ അതൊക്കെ. അപ്പോൾ കോപ്പർ, മെറ്റാലിക് കോപ്പർ ഫസ്റ്റ് ഡിസോൾവ്സ് ഇൻ H2SO4 and form copper sulfate and liberate H2 gas. H2 gas is oxidized to H2O by H2SO4. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി കൊടുക്കാം ആൻസർ ആയിട്ട്. ഓക്കെ,
പിന്നെ വിത്ത് നോൺ മെറ്റലുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ആസിഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിൽ കഥയൊന്നുമില്ല, ഇല്ലല്ലോ, അവിടെ ആസിഡായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഗ്ലൂക്കോസ് സുക്രോസുമായിട്ട് അവിടെ ആസിഡിൻ്റെ ആക്ഷനല്ലേ കാണിക്കുന്നത്, ഡിഹൈഡ്രേറ്റിംഗ് ആക്ഷൻ കാണിക്കുന്നത്, ആസിഡിക് പ്രോപ്പർട്ടി അല്ല, ഓക്സിജൻ പ്രോപ്പർട്ടി അല്ല, പിന്നെ എന്താണ്, ഡിഹൈഡ്രേറ്റിംഗ് ഏജന്റ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. കേട്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following can be reduced by SnCl2 solution? SnCl2 solution ഇതിൽ ആരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഡാറ്റ ഇൻസഫിഷ്യൻസി തന്നെയാണ്. മീൻസ് SnCl2 ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ നമ്മൾക്ക് പി ബ്ലോക്കിൽ പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. SN2 പ്ലസ് SN4 പ്ലസ് ബാർ SN2 പ്ലസിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. ആ വാല്യൂ അതുപോലെ തന്നെ ഈസ്രോ Fe3 പ്ലസ് ബാർ Fe2 പ്ലസിന്റെ വാല്യൂ വേണം. Cu2 പ്ലസ് ബാർ Cu പ്ലസിന്റെ വാല്യൂ വേണം. Hg2 പ്ലസ് ബാർ Hgയുടെ വാല്യൂ വേണം. ഈ വാല്യൂ ഇല്ലാണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനാവുമോ എന്നുള്ളത് സംശയമാണ്. അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സീരീസ് ബൈ ഹാർട്ട് ചെയ്തു തരാണെങ്കിൽ അവരെ കൊണ്ടാവും. ഒന്നുകിൽ ക്വസ്റ്റിൽ വാല്യൂ തരണം, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഇല്ലേ, ആ സീരീസിന്റെ ഓർഡർ അറിയുന്നവർക്ക് പറ്റും കേട്ടോ. അപ്പോൾ SN4 പ്ലസ് ഇൻറ്റു SN2 പ്ലസ് ചേഞ്ച്. അപ്പോൾ ഈ 4 ഹാഫ് സെൽസിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് കമ്പയർ ചെയ്യുക. ഈ 3 ആളെക്കാളും കുറവാണ് ഇയാളുടെ വാല്യൂ, ലോവർ വാല്യൂ എന്ന് പറഞ്ഞാൽ SN2 പ്ലസ് റെഡ്യൂസ്ഡ് ബൈ SN4 പ്ലസ് വേണ്ട കേട്ടോ, റെഡ്യൂസ്ഡ് ബൈ SnCl2 അല്ലേ. അപ്പോൾ SnCl2 ആസ് SN2 പ്ലസ് ആസ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇൻറ്റു SN ആണ് എന്ന് പറഞ്ഞാൽ SN2 പ്ലസ് ബാർ SN ഒക്കെ ഉണ്ട്. യെസ്, ഇറ്റ് ഈസ് ലോ ആൻഡ് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നുണ്ടാവുക, നെഗറ്റീവ് വാല്യൂ ആണ്. ബാക്കിയുള്ളതൊക്കെ പോസിറ്റീവ് വാല്യൂസ് ആണ്, അത് നെഗറ്റീവ് ആണ്. SN2 പ്ലസ് ബാർ SN നെഗറ്റീവ് ആണ്, ഈസ്രോ നെഗറ്റീവ്. മെറ്റൽ അയോൺ can act as reducing agent ആണ് അല്ലേ. സോ tin can reduce us Fe3 പ്ലസ് ഇൻറ്റു Fe2 പ്ലസ് Cu2 പ്ലസ് ഇൻറ്റു Cu പ്ലസ് Hg2 പ്ലസ് ഇൻറ്റു Hg. ഇവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്, ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്താണ്, പോസിറ്റീവ് ആണ്. ശരിയല്ലേ. സോ ദോസ് വിത്ത് നെഗറ്റീവ് can act as reducing agent. It can reduces ferric ion, cupric ion and mercuric ions into corresponding reduced forms. മനസ്സിലായോ. ഇവിടെ SN2 പ്ലസ് ബാർ SN ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലോ ആൻഡ് നെഗറ്റീവ് ആണ്, വാല്യൂ നെഗറ്റീവ് ആണ്. ഇറ്റ് can act as reducing agent. ഓക്കെ. ഇനി question number 14. 1 mole of which of the following has the highest entropy? ഒന്ന് മെർക്കുറി ലിക്വിഡ് ആണ്, സോ അതിൻ്റെ ഡിഗ്രി ഡിസോർഡർ ഉണ്ടാവും. ഡയമണ്ട് ഹൈലി ക്രിസ്റ്റലൈൻ ആണ് ആൻഡ് വെൽ ഓർഡേർഡ് ആണ്, എൻട്രോപ്പി വളരെ കുറവാണ്. ലിക്വിഡ് ആണ്. ആൻഡ് ഹൈഡ്രജൻ ആസ് എ ഗ്യാസ് ദ മാക്സിമം എൻട്രോപ്പി ഈസ് ഇൻ ഗ്യാസസ് സ്റ്റേറ്റ് ആണ്. ഗ്യാസസ് സ്റ്റേറ്റ് ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ. നൗ 15. Predict which of the following reaction has negative entropy change. നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ഇതിൽ ആർക്കാന്നാ ചോദിച്ചത്. ഇതിൽ ഞാൻ സമയം കളയുന്നില്ല, ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് ഓൺ ഈച്ച് സൈഡ്, ഗേഷ്യസ് ടൈപ്സ് നോക്കുക. സോ ഹിയർ 1 mole ഗ്യാസ്, 2 mole ഗ്യാസ്, ടോട്ടൽ 3 mole ഗ്യാസ്. ഇവിടെ ഹിയർ ഓൺലി 1 mole ഗ്യാസ്. നമ്പർ ഓഫ് മോൾസ് ഗ്യാസ് ഡിക്രീസിങ്, എൻട്രോപ്പി നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. Now ammonia gas and HCl gas gives ammonium chloride gas. Number of moles decreasing, delta S negative. ഇനി സോളിഡ് gives solid and gas. Number of moles of product കൂടുന്നു, ഗ്യാസ് കൂടുന്നു, delta S positive. So here it is 1 and 2 അല്ലേ, നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് അല്ലേ. This 1 and 2 option C is the answer. ക്ലിയർ ആണോ. ഇനി question number 16. Point out the correct statement of the following about Na2S4O6. Na2S4O6 ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കോമ്പൗണ്ട് ആണ് Na2S4O6. ആളുടെ ആവറേജ് സ്റ്റേറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, ഓക്സിജൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് അറിയേണ്ടത്. ഒരു പ്രശ്നമില്ല, സ്ട്രക്ചർ അറിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വലിയ സീനാണ്. ഓക്കെ. എസ് 4 എസ്, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, then O, N,
ഇത് സൾഫറിൻ്റെ സ്റ്റേറ്റ് അല്ലേ വേണ്ടേ? അവിടെ സൾഫറിൻ്റെ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ സൾഫറിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ആ സൾഫറുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള ആളെ നോക്കിയാൽ മതി. ഈ സൾഫറിന് ഇപ്പുറം അപ്പുറം എന്താണ്? ഇവിടെ എന്താണ്? സൾഫർ അല്ലേ? അപ്പോൾ ഇയാൾ സീറോ സ്റ്റേറ്റില്ല. ഇയാൾക്കും അപ്പുറം സെയിം ആണ്, സീറോ സ്റ്റേറ്റാ. ഇനി ഈ സൾഫറിനെ സംബന്ധിച്ച് 1 2 ഈ ഓക്സിജൻ കൊണ്ടുപോകും, 2 ഇയാൾ കൊണ്ടുപോകും, 1 അയാളും കൊണ്ടുപോകും. സോ 5 ലോസ് ടോട്ടല്. സോ +5. ഈ സൾഫർ ആണെങ്കിലോ ഒരു ബോണ്ട് ഈ ഓക്സിജൻ വാങ്ങും, ഇത് ഈ ഓക്സിജൻ. മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ടേക്സ് ദ ഇലക്ട്രോൺ പെയർ. 1 2 3 4 5 എണ്ണം. സോ +5. സോ 2 sulfur atoms are in +5 state, 2 are in 0 state. ആവറേജ് എത്ര വരിക? ആവറേജ് സ്റ്റേറ്റ് +5 0 0 and +5 by 4. This 10/4 is equal to 2.5 ആവറേജ് വരും. 2.5 ആവറേജ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? 0 and +5 ആയിരിക്കും ചെയ്യും. സോ ആവറേജ് ഓക്സിജൻ നമ്പർ ഓഫ് സൾഫർ +2 തെറ്റാണ്. ഓക്സിജൻ നമ്പർ ഓഫ് 2 sulfur atoms is 0 and that of others is +5. അത് ശരിയല്ലേ? കറക്റ്റ് ആണ് അല്ലേ? Now oxidation number of 2 sulfur atoms is +1. തെറ്റല്ലേ? None of this. Option B is the answer. Okay. So ഇത്ര സ്ട്രക്ചേഴ്സ് നമുക്ക് കോമ്പൗണ്ട് നമുക്ക് സ്ട്രക്ചർ ആണെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് അല്ലേ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Okay, now question number 17. For the reaction mx plus MnO4 minus gives MO3 minus Mn2 plus and half O2. If 1 mole of permanganate oxidizes 1.67 moles of Mx plus 2 MO3 1 minus, then the value of X in the reaction is. ഇവിടെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് നോക്കാം. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. MX+ൽ X+ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ബാലൻസ് ചെയ്യുക. തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? 1 mole permanganate oxidizes 1.67 mole of Mx+ എന്നാണ് പറഞ്ഞത്. സാധാരണ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചെയ്യില്ലേ, അതുപോലെ ട്രൈ ചെയ്യാം. Mx+ plus MnO4 1 minus gives MO3 minus plus Mn2 plus. ഓക്കെ, ഇവിടെ റിയാക്ഷനിൽ നമ്മൾ നോർമലി എഴുതുന്ന പോലെ ഓക്സിജൻ സ്റ്റേറ്റ് അസൈൻ ചെയ്യുക. സ്റ്റേറ്റ് അസൈൻ ചെയ്തിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക. പെർമാംഗനേറ്റ് +7 സ്റ്റേറ്റ് +2 സ്റ്റേറ്റ്, ഡിഫറൻസ് ഈസ് 5. ഹിയർ MX+, അവിടെ MO3 മീൻസ് +5 ഉള്ള സ്റ്റേറ്റ് വരിക. മെറ്റലിൻ്റെ സ്റ്റേറ്റ് +5 ആണ്. സോ ഹയർ സ്റ്റേറ്റ് 5 മൈനസ് എക്സ് ആണ് ഇവിടുത്തെ ഡിഫറൻസ് വരിക. സോ ഡിഫർ ബൈ 5 - x. ഡിഫറൻസ് ഈക്വൽ ആക്കണ്ടേ, അപ്പോൾ 5 ഉള്ളവരെ നമ്മൾ ഇൻറ്റു 5 - x കൊടുക്കും, 5 - x ഉള്ളവരെ ഇൻറ്റു 5 എന്ന് കൊടുക്കും. അങ്ങനെ വന്ന കോഎഫിഷ്യൻസ് പറഞ്ഞോളൂ. 5 MX+ പ്ലസ് 5 - x MnO4 1 മൈനസ് ഗീവ്സ്, ബാക്കിയോടെ നിൽക്കട്ടെ. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ നമുക്ക് പറയുന്നത് 5 - x മോൾ ഓഫ് പെർമാംഗനേറ്റ് ക്യാൻ ഓക്സിഡൈസ് 5 mole MX+. തന്നിട്ട് നോക്കാം 1 mole. അപ്പം നമുക്ക് 1 mole നോക്കാം. 5 - x മോളിന് 5 മോളിന് ഓക്സിഡൈസ് ചെയ്യാമെങ്കിൽ 1 മോളിന് 5/5 - x മോളിന് ഓക്സിഡൈസ് ചെയ്യാം. Now here 1 mole permanganate can oxidize 5/5 - x mole of MX+. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 5/5 - x വാല്യൂ അല്ലേ ഈ തന്നിട്ടുള്ള 1.67 എന്ന് പറഞ്ഞാൽ 1.67. അത് ഇക്വൽ ടു എക്സിൻ്റെ വാല്യൂ കിട്ടൂലേ? വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് 5/3. ഇറ്റ് ഈസ് 5/3 ആണോ? 5/3യുടെ വാല്യൂ ആണ് 1.67. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ? ഇറ്റ് ഈസ് 2 or 3. ഇറ്റ് ഈസ് 2 അല്ലേ വരിക? 5/5 - x is equal to 1.67 ആണെങ്കിൽ 1.67 മീൻസ് 5/3 തന്നെ അല്ലേ? അപ്പോൾ 5 - x is equal to 3 or x is equal to 2. അപ്പോൾ x is equal to 2 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി 2 ആണ് വരിക. കേട്ടല്ലോ? ഓക്കെ, ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അതിന് ശേഷം കാണാം കേട്ടോ. ഓക്കെ ദെൻ
Hi students. Okay, നമുക്ക് നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ now it is question number 18. If SO2 content in the atmosphere is 0.64 ppm by volume, pH of rain water, assume 100% ionization of an acid rain as a monobasic acid. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ബേസിക് ഐഡിയ ഞാൻ ഷെയർ ചെയ്യാം എന്താ സംഭവം എന്നുള്ളത്. നമുക്കൊരു 0.64 ppm ബൈ വോളിയം ആര് തന്നിട്ടുണ്ട്? SO2 തന്നിട്ടുണ്ട്. 0.64 ppm ബൈ വോളിയം. pH ഓഫ് റെയിൻ വാട്ടർ ഈസ്, നമുക്ക് എന്തായാലും pH എന്ന് പറഞ്ഞാൽ എന്താണ്? H+ കോൺസെൻട്രേഷൻ നമുക്ക് വേണ്ടത്. സോ pH മീൻസ് വാട്ട് ഈസ് pH? ഇറ്റ് ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ ആണ്. അപ്പോൾ H+ന്റെ എമൗണ്ട് കിട്ടാണ്ട് നമുക്ക് pH പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ H+ വേണം. ഇനി മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ SO2 ഗ്യാസ് ആണ് തന്നിട്ടുള്ളത്. SO2 ആണ്. SO2 ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ റെയിനി വാട്ടർ. സോ SO2 become SO3 എന്നോ or SO2 plus H2 or H2SO3 or H2SO4 രണ്ട് രീതിയിലാവാം. അത് ആസിഡ് റെയിൻ അപ്പോൾ H2SO3 എന്നോ H2SO4 എന്നോ നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി രണ്ടായാലും എന്താണ്? ടേക്ക് ഇറ്റ് ആസ് മോണോബേസിക് ആസ് എന്നാ പറയുന്നത്. കൺസിഡർ ഇറ്റ് ആസ് മോണോബേസിക് ആസ് വെൽ ആസ് 100% അയോണൈസ്ഡ് ആണെന്നും അസ്യൂം ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മോള് SO2 നിന്ന് ഒരു മോള് H2SO4 അല്ലേ ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഒരു മോള് SO2 നിന്ന് ഒരു മോള് SO3, അതിൽ നിന്ന് ഒരു മോളല്ലേ H2SO4 ഫോം ചെയ്യുക. ഈ ഉണ്ടാവുന്ന ആസിഡിനെ നമ്മൾ മോണോപ്രോട്ടിക് ആസിഡായിട്ട് അസ്യൂം ചെയ്യണം. മോണോപ്രോട്ടിക് ആസിഡായിട്ട് നമ്മൾ അതിനെ അസ്യൂം ചെയ്യണം. അങ്ങനെയെങ്കിൽ അതെന്താണ്? വിൽ ഗീവ് H+ ആൻഡ് HSO4 1- ആയിട്ട് എടുക്കാൻ. നമ്മൾ അങ്ങനെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഇറ്റ് ആസ് 1 mole ഓഫ് മോണോപ്രോട്ടിക് ആസിഡ്, മോണോബേസിക് ആസിഡ്. അപ്പോൾ എത്ര മോള് SO2 ഉണ്ടോ അത്ര മോളാണ് H+ ഉണ്ടാവുക എന്നാണ് അതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്. എന്താണോ SO2യുടെ മോളാർ കോൺസെൻട്രേഷൻ അത് തന്നെയായിരിക്കും H+ന്റെ മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടുത്തെ റെയിനിൻ്റെ ക്വാളിറ്റി തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തി? H+ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് SO2 ആയിരിക്കും. ഒരു മോൾ SO2ൽ നിന്ന് ഒരു മോൾ H2SO4 ആണ് ഫോം ചെയ്യുക. പക്ഷെ ഉണ്ടാവുന്ന ആസിഡിനെ നമ്മൾ മോണോബേസിക് ആയിട്ട് അസ്യൂം ചെയ്യണം. 100% ഡിസോസിയേഷൻ എടുക്കുകയും വേണം. അപ്പോൾ എത്ര മോൾ SO2 ഉണ്ടോ അത്ര മോൾ H2SO4 ഉണ്ടാവും, അത്ര മോൾ H+ ഉണ്ടാവും. എങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് SO2 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതുവരെ കുഴപ്പമില്ല. നമ്മൾ SO2യുടെ കോൺസെൻട്രേഷൻ തീരുമാനമാക്കണ്ടേ. അത് 0.64 ppm ബൈ വോളിയം ആണ്. അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കോൺസെപ്റ്റ് തന്ന ഡാറ്റ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു ഡാറ്റ അവിടെ ഡാറ്റ ഇൻസഫിഷ്യൻസി ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? 0.64 ppm ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 0.64 ml ഇൻ 1 million അല്ലേ? 1 million 1000 അല്ല 10⁻⁶ ml 10⁻⁶ ml-നകത്ത് അല്ലേ? 1000 ml-നകത്ത് അല്ല 10⁻⁶ m 1 million ml-നകത്ത് നമുക്ക് എന്ത് പറയാം? 0.64 ml ആണ് എന്തുണ്ടാവുക? SO2 ഗ്യാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു 10⁻⁶ ml റെയിൻ വാട്ടർ അല്ലേ? റെയിൻ വാട്ടർ. അപ്പോൾ റെയിൻ വാട്ടർ നമുക്ക് നോക്കിയാൽ എല്ലാം ഓക്കെ. ഇത് 10⁻⁶ ml എന്ന് പറഞ്ഞാൽ 10⁻⁶ ഇൻറ്റു നമുക്ക് ഓക്കെ. ഇവിടെ ഒരു പ്രോബ്ലം എന്തെന്നറിയോ? നമുക്ക് ഇതൊക്കെ ലിറ്ററിലേക്ക് മാറ്റം വലിയ പ്രയാസമൊന്നുമില്ല. 10⁻⁶ ml എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. 1000 ലിറ്റർ ആണ്. ഓക്കെ, 1000 ലിറ്ററിനകത്ത് 0.64 ml ഉണ്ടാവുക. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് 0.64 ml SO2 ഗ്യാസ് എന്നല്ലേ പറഞ്ഞത്? അവിടെ ബൈ വോളിയം എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ എന്താണ്? അതിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോളിലേക്ക് മാറ്റാൻ കഴിയണം. ഈ 0.64 ml-നെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോളിലേക്ക് മാറ്റാൻ കഴിയണം. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് SO2 ഗ്യാസ് ഡിസോൾഡ് ഇൻ ദ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ 0.64 ppm എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ എന്താണ്? നമുക്ക് 0.64 ml ഇൻ 10⁻⁶ ml. ഇപ്പോൾ ആ സൊല്യൂഷൻ ഡിസോൾവ് ചെയ്യപ്പെട്ട ക്വാണ്ടിറ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ 0.64 ml-നെ നമ്പർ ഓഫ് മോളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ 0.64 ml-ന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾ കാണേണ്ടി വരും.
അപ്പോൾ നമ്മൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ കൊടുത്തിട്ട് 298 കെൽവിന് ആൻഡ് 180 പ്രഷറോ സംതിങ് കൊടുത്തിട്ട് ചെയ്യേണ്ട പക്ഷേ അത് പ്രയാസമാണ്, അത് ഡിഫിക്കൽട്ടി കൂടുതലാണ് ഉണ്ടാക്കുക. ഇത് നമുക്ക് ബൈ മാസ് ആയിരുന്നെങ്കിലോ 0.64 ppm ബൈ മാസ് ആയിരുന്നെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം 0.64 ഗ്രാം എന്നെടുക്കാം. അപ്പോൾ അവിടെ വലിയ സീനില്ല. 0.64 ഗ്രാം ഇൻ 10⁶ ലിറ്റർ എന്ന് ml നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രാമിന്റെ നമ്പർ മുകളിലേക്ക് മാറ്റം കണ്ടീഷനുകളുടെ ആവശ്യമൊക്കെ ഇവിടെ വരുന്നില്ലല്ലോ. 0.64 ഗ്രാം മില്ലിഗ്രാം ഡിവൈഡ് ബൈ എന്ത് കൊടുത്താലും മതി, ആ മോളാർ മാസ് കൊടുത്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾ കിട്ടും. അപ്പോൾ അതിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തന്ന ഡാറ്റ നമ്മളുമായിട്ട് എന്തെങ്കിലും ഉടക്കിലാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ സോൾവ് ചെയ്യും ഇത്തിരി പ്രയാസമാണ്, ഡാറ്റ ഇൻസഫിഷ്യൻ്റ് ആണ്. അല്ലെങ്കിൽ ഇതെന്ന ഡാറ്റ ഇവിടെ എന്താണ് ഈ രീതിയിലല്ല തരേണ്ടത് എന്ന് ഞാൻ പറയും കേട്ടോ. സോ 0.64 ppm ബൈ വോള്യം pH ഓഫ് റെയിൻ വാട്ടർ. ഞാൻ വീണ്ടും പറയാം, pH ആണ് കണ്ടുപിടിക്കേണ്ടത്. pH കാണാൻ H+ കോൺസെൻട്രേഷൻ കിട്ടിയാൽ മതി. pH കാണാൻ H+ കോൺസെൻട്രേഷൻ കിട്ടിയാൽ മതി. പിന്നെ അങ്ങനെയാണെങ്കിൽ ഫോർ 100% അയണൈസേഷൻ ആൻഡ് മോണോ ബേസിക് ആണെങ്കിൽ H+ SO2 ആണ്. ഈ ബൈ വോള്യം ബൈ വോള്യം കോൺസെപ്റ്റിൽ നിന്ന് മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ലിക്വിഡോ സോളിഡോ ആണെങ്കിൽ ഡെൻസിറ്റി വേണം, ഗ്യാസ് ആണെങ്കിൽ പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻ വേണം. അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇവിടെ അസംഷൻ മാറ്റണം. അതല്ലെങ്കിൽ നമുക്കിവിടെ എററായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ബൈ മാസ് ബൈ വോള്യം ആയിട്ട് എടുക്കണം, M/V ആയിട്ട് എടുക്കുക. അങ്ങനെ എടുത്തോളൂ. എന്നിട്ട് വേണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ, ഇവിടെ നമ്മൾ ഈ 0.64 ppm തന്ന കണ്ടീഷൻ നമ്മൾ എന്തെടുക്കും, സിംപ്ലി ടേക്ക് ഇറ്റ് ആസ് 0.64 മില്ലിഗ്രാം പെർ 10⁶ ml എന്നെടുക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം, മൊളാരിറ്റി കണ്ടുപിടിക്കാം പറ്റൂലേ. ഈ 10⁶ ml എന്ന് പറഞ്ഞാൽ 10�3 ലിറ്റർ അല്ലേ. 10�3 ലിറ്റർ ആണെന്ത് 10�6 ml എന്ന് പറഞ്ഞാൽ ആണല്ലോ. ഓക്കെ, അപ്പോൾ 0.64 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 0.64 ഇൻറ്റു മില്ലിഗ്രാം അല്ല 10⁻³ ഗ്രാം ഡിവൈഡ് ബൈ SO2 മാസ് 32 അല്ലേ വരും, 32 എന്ന് വരും. അപ്പോൾ 64/32 ആണ്. 2 × 10⁻⁵ മോൾ എന്ന് വരും. 2 × 10⁻⁵ മോൾ. 0.64/32 മീൻസ് 0.02 ആണ്. അപ്പോൾ 2 × 10⁻⁵ മോള് ബൈ വോളിൽ എത്രയാ 10�3 ലിറ്റർ ആണ് വരുന്നത്. 10�3 ലിറ്റർ വരുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ അവിടെ 10�3 ലിറ്റർ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഫുൾ, പക്ഷേ ഈ ഒരു പാർട്സ് പെർ മില്യൺ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല, രണ്ടായിട്ട് എടുക്കാറുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു രീതി ഇതാണ്. ഇവിടെ 10�3 ലിറ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇനി ഇതിനെന്ത് ചെയ്യാം, അപ്പോൾ മോളായി വോള്യമായി മോൾ പെർ വോള്യം കണ്ട മൊളാരിറ്റിയായി ആ കോൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, pH കണ്ടുപിടിക്കാം. ഇതാണ് ഒരു രീതി. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്നറിയോ, ഇതാണ്. ഒന്ന് നമുക്ക് തന്നുള്ള ഡാറ്റ ബൈ വോള്യം ആയതുകൊണ്ട് രണ്ടാൾ വോള്യം എടുക്കുകയാണെങ്കിൽ ചെയ്യാൻ കഴിയില്ല. അത് ഗ്യാസ് ബൈ ഫുള്ള് ഗ്യാസ് ആണെങ്കിൽ മസ്റ്റായിട്ട് എന്ത് വേണം, കണ്ടീഷൻസ് വേണം. രണ്ട് ലിക്വിഡോ സോളിഡോ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ ഡെൻസിറ്റി വേണം. ഇനി മാസ് ബൈ വോള്യം എടുക്കുകയാണെങ്കിലോ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു, അങ്ങനെ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇത് ബൈ വോള്യം അല്ല ബൈ മാസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ബൈ മാസ്. ഓക്കെ, ഇവിടെ ബൈ മാസ്. അപ്പോൾ ഇവിടെ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയറിലെ കോൺസെൻട്രേഷൻ ആണ്. സോ ബൈ മാസ് എടുക്കേണ്ടി വരും, ബൈ മാസ്. അപ്പോഴും എന്താ പ്രശ്നം, എയറിൻ്റെ ഡെൻസിറ്റി സീന് വരും. അവിടെ എന്തായാലും അവിടെ ഡാറ്റ എന്തോ ഇൻസഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം. ഇത്രയും എനിക്ക് പറയാം. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഡാറ്റ ഇൻസഫിഷ്യൻസി വെച്ച് പറയാം. ഡെൻസിറ്റി ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും, വോള്യൂമിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 19. ക്വസ്റ്റ്യൻ നമ്പർ 19. For the reaction 2H3PO2 gives H3PO4 and PH3. The equivalent mass of H3PO2 is ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ ടൈപ്പ് റിയാക്ഷൻ ആണ്. ഇക്വലന്റ് മാസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. H3PO2 gives H3PO4 and PH3 എന്നുള്ളതാണ്. ഇവിടെ H3PO2 ഇവർ ഫോസ്ഫറസിന്റെ സ്റ്റേറ്റ് എത്ര വരിക, ഇറ്റ് ഇസ് ഇൻ +1 സ്റ്റേറ്റ് ആണോ. 2 ഓക്സിജൻ -4 3 ഹൈഡ്രജൻ +3 ആണ് +1 സ്റ്റേറ്റ്. H3PO4 4 ആൾക്ക് -8 3 ആൾക്ക് +3, ദെൻ ഇയാൾ +5 സ്റ്റേറ്റിലാണ് വരിക. ദെൻ PH3 ഫോസ്ഫറസ് -3 സ്റ്റേറ്റിലാണ് വരിക. ശരിയല്ലേ.
Now difference പറയൂ ഡിഫറൻസ് +1 to +5 ഡിഫറൻസ് 4 ആണ് ആൻഡ് +1 to -2 ഡിഫറൻസ് again 4 ആണ്. ഡിഫർ ബൈ 4 ഡിഫറൻസ് 4 അല്ലേ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇക്വലന്റ് വെയിറ്റ് ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ അയാളുടെ മോളാർ മാസ് എം പെർ മോളാർ മാസ് ഡിഫറൻസ് ഈസ് ബൈ 4. ഓക്കെ ആൻഡ് അഗെയിൻ രണ്ട് ഈക്വൽ അല്ലേ, ഇനി ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. പ്ലസ് ഫോർ ദ സെക്കൻഡ് ഹാഫ് ഇറ്റ് ഈസ് അഗെയിൻ m/4 പ്ലസ് m/4 ഇറ്റ് ഈസ് 2m/4 is equal to m/2. So the equivalent weight is m/2. So option C is the answer. m/2 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഡിസ്പ്രൊപ്പോർഷനേഷൻ ടൈപ്പിൽ നെറ്റ് ഡിഫറൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഹാഫ് കണ്ടുപിടിക്കുക. ദെൻ m/that പ്ലസ് m/that ആഡ് ചെയ്താൽ മതി, ആ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പിന്നെ വേറെ മാർഗമുള്ളത് എഗെയിൻ ഇവിടെ നമുക്ക് ഡിഫറൻസ് കിട്ടി. ഡിഫറൻസ് ഫോർ ദിസ് ഹാഫ് 4 ആണ് ആൻഡ് ദിസ് ഹാഫ് 4 ആണ്. Now for 2 mole the difference is 4. 2 മോളിന് കറസ്പോണ്ടിങ് ഡിഫറൻസ് 4 അല്ലേ, അപ്പോൾ 1 മോളിന് കറസ്പോണ്ടിങ് ഡിഫറൻസ് 2 അല്ലേ. 1 മോളിന്റെ മാസ് മോളാർ മാസ് m, സോ ഡിഫറൻസ് 2 m/2 അങ്ങനെയും പറയാം. ഇനി അതിന് വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ m1/4 2 minus gives m1/2 ആൻഡ് m1/4 1 minus ഓപ്ഷൻ ഉണ്ട്, ഒരു ഹാഫ് ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ നമ്മളിതിൽ മാംഗനീസ് +6 സ്റ്റേറ്റിലാണ്, ഇവിടെ +4 സ്റ്റേറ്റിലാണ്, ഇവിടെ +7 സ്റ്റേറ്റിലാണ്. ഡിഫറൻസ് 2 ആണ്, ഇവിടെ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ എങ്ങനെയാ ഇക്വലന്റ് കണ്ടുപിടിക്കുക? ഫോർ ദിസ് ഹാഫ് ചേഞ്ച് 2 അല്ലേ, സോ ഇറ്റ് ഈസ് m/2 പ്ലസ് ഡിഫറൻസ് 1 അല്ലേ, m/1 എന്ന് പറഞ്ഞാൽ 2m/2 എന്ന് പറഞ്ഞാൽ 3/2m എന്ന് വരും, 3/2m എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഡിസ്പ്രൊപ്പോർഷൻസിൻ്റെ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ആ ആൾ ഡിസ്പ്രൊപ്പോർഷൻ ചെയ്യപ്പെടുന്ന രണ്ട് സ്റ്റേറ്റുകൾ നമ്മൾ ഡിഫറൻസ് അല്ലേ, m/that ഡിഫറൻസസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Kp/Kc ratio will be highest in the case of Kp is equal to Kc into RT raised to delta n. Kp/Kc ഹയസ്റ്റ് ആവണമെങ്കിൽ RT raised to delta n ഡെൽറ്റ n ലാർജ് ആവണം, പോസിറ്റീവ് ആവണം. പോസിറ്റീവ് വിത്ത് ലാർജ് വാല്യൂ ആവണം. ഡെൽറ്റ എന്ന നമ്പർ ഓഫ് മോൾസ് പ്രൊഡക്റ്റ് വൈസ് റിയാക്ടൻ്റ് അല്ലേ. ഇവിടെ 1 മോൾ ഗ്യാസ് 1 + ½ 1 1/2. സോ ഡെൽറ്റ n is equal to -0.5 എന്ന് വരും, -½ വരിക, 1 - 1.5. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1, 2 - 2 ഇറ്റ് ഈസ് ഡെൽറ്റ n 0 വരും ഈ കേസിൽ. അടുത്തതിൽ 1 + 1 2 - 1 it is 1. In this case it is 1. And the last case 7 + 2 9, 2 + 4 6, 6 - 9 -3. Delta n is equal to -3. Now Kp/Kc അല്ലേ വേണ്ടേ? ഓപ്ഷൻ C is the answer. ഓപ്ഷൻ C ഡെൽറ്റ n 1 വരുന്നത് ഇത് -0.5 ആണ്, 0 ആണ്, -3 ആണ്. ഓപ്ഷൻ C with greater delta n value. ഈസി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. When ethane is burned in presence of excess oxygen, the oxidation number of carbon changes by ethane into CO2 അല്ലേ കമ്പഷൻ വരിക. ഓക്കെ, ഈഥേൻ എന്ന് പറഞ്ഞാൽ CH3 പ്ലസ് O2 ഗിവിങ് CO2 ആൻഡ് H2O. ഇവിടെ തമ്മിൽ ചേഞ്ചാണ് വേണ്ടത്. ഈഥേനിൽ കാർബണിന്റെ സ്റ്റേറ്റ് എത്ര വരിക? ഈഥേനിൽ അത് നോക്കാൻ എളുപ്പമല്ലേ. ഇതാ C ആൻഡ് H, ആര മോർ ഇലക്ട്രോൺ നെഗറ്റീവ് കാർബൺ അല്ലേ. അപ്പോൾ ഈ 3 ബോണ്ടിൽ നിന്ന് കാർബൺ എത്ര ഗെയിന്? 1 2 3 ഗെയിന്. സോ -3. ഈ കാർബണും -3, 2 കാർബൺ -3 സ്റ്റേറ്റിലാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണോ ഇറ്റ് ഈസ് +4 സ്റ്റേറ്റിലാണ്. സോ ഇവിടെ -3ൽ നിന്ന് +4ലേക്ക് എത്ര ഇൻക്രീസ്? 7 അല്ല ഇൻക്രീസ് വരിക. സോ ഇറ്റ് ഈസ് ഇൻക്രീസസ് ബൈ 7 ആണ്. ഇൻക്രീസസ് ബൈ 7. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ. ആ സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യുക, ഡിഫറൻസ് ഇൻക്രീസ് കണ്ടുപിടിക്കുക. -3 to +4 ഡിഫറൻസ് ഈസ് 7. ഇനി amongst the following identify the species with an atom
in oxidation state plus 6 state ഇതിൽ ആരാണ് MnO for 1 minus we know it is plus 7 state ആണ് എന്നാൽ F6 minus nickel is in F6 അല്ലേ F6 minus 6 minus 2 ഉണ്ട് plus 4 സ്റ്റേറ്റിൽ ഞാൻ സമയം കാണുന്നില്ല അതിലൊന്നും CrCN 6 times 6Cn minus 6 minus 3 ഇവിടെ ഉണ്ട് so it is in plus 3 state CrO2 Cl2 chromium X 2 oxygen minus 4 2 chlorine minus 2 it is minus 6 is equal to 0 so chromium is in plus 6 state option D ഈ ക്രോമിൽ ക്ലോറൈഡ് നിങ്ങൾ അറിയില്ലേ ക്രോമിൽ ക്ലോറൈഡ് ടെസ്റ്റ് നമ്മൾ പറയാറില്ലേ ക്രോമിൽ ക്ലോറൈഡ് ടെസ്റ്റ് അല്ലേ അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റും HCl കൂടെ വാം ചെയ്താൽ മതി പൊട്ടാസ്യം ഡൈക്രോമേറ്റും KCl സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്യുക റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ഓഫ് ക്രോമിൽ ക്ലോറൈഡ് ഒബ്റ്റെയിൻഡ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് അയോൺസ് ആണ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് അയോൺസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ റിയാക്ഷൻ ക്ലോറിൻ plus alkali gives OCl minus L minus chlorine get ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് in chlorine it is 0 state in OCl minus oxygen minus 2 chlorine X is equal to minus 1 so X is equal to plus 1 chlorine is in plus 1 state here it is minus 1 state so it is increased oxidation it is decreased reduction here chlorine oxidized and reduced disproportionated chlorine undergoes disproportionation both oxidized and reduced മനസ്സിലായോ അതും ഈസി അല്ലേ ചെക്ക് ചെയ്യാൻ ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് കിട്ടും ഈ ടൈപ്പ് റിയാക്ഷന് നോൺ മെറ്റൽ ആയിട്ട് ഫ്ലൂറിൻ അല്ല ക്ലോറിന് ബ്രോമിന് അയോഡിന് പ്ലസ് ആൽക്കലി ഡിസ്പ്രൊപ്പോർഷനേഷൻ ആണ് അത് നമ്മുടെ എൻസിറ്റിൽ പല ഭാഗത്തുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ ഒന്ന് ഈ റിയാക്ഷൻ തന്നെ അത് മറ്റൊരു രീതിയിൽ എൻസിറ്റിൽ എസ് ബ്ലോക്കിൽ കാണാം എന്തെന്നറിയോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്രൊഡക്റ്റ് എന്താ കാൽസ്യം ക്ലോറൈഡ് CaOCl ട്വൈസ് ആൻഡ് H2 എന്നാണ് ഉണ്ടാവുക എൻസിറ്റിയിലുണ്ട് പിന്നെ പി ബ്ലോക്കിൽ ഈ റിയാക്ഷൻസ് ഉണ്ട് വിത്ത് NaOH സ്ട്രോങ്ലി ആൽക്കലൈനും ഡൈല്യൂട്ട് ആൽക്കലൈനും വെച്ചിട്ട് പല കണ്ടീഷനിൽ CaOCl ടോയ്സും OCl ത്രൈസും ഒക്കെ ഉണ്ടാക്കുന്ന OCl3 ഫോർം ചെയ്യുന്ന കേസ് സിറ്റുവേഷൻ ഉണ്ട് പി ബ്ലോക്കിൽ നിന്ന് ചെക്ക് ചെയ്യുക ഒന്ന് റിഫ്രഷ് ചെയ്യുക ഡാറ്റ പിന്നെ നമ്മുടെ അമീൻസിൽ വരുന്നത് എവിടെയെന്നറിയോ നമ്മളെ ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ അല്ലേ അവിടെ നമ്മൾ ബ്രോമിൻ ആൻഡ് ആൽക്കലി അല്ലേ യൂസ് ചെയ്യുക ബ്രോമിൻ ആൻഡ് ആൽക്കലി ആ റിയാക്ഷൻ്റെ സ്റ്റെപ്പ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്പ്രൊപ്പോർഷനേഷൻ വഴിയാണ് NaBr ആൻഡ് NaOBr ഫോം ചെയ്യും ഈ OBr ആണ് മെക്കാനിസത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന ആള് ഇതേപോലെ അയോഡോഫോം ടെസ്റ്റ് ഇല്ലേ ഇവിടെ I2 പ്ലസ് ആൽക്കലി റിയാക്ട് ചെയ്യുക ഇവിടെ ഓക്സിഡൈസിങ് ആക്ഷൻ പറയുന്നില്ലേ അത് NaI പ്ലസ് NaOI ഉണ്ടാവുന്നുണ്ട് ഈ NaOI ആണ് അവിടുത്തെ ഓക്സിഡൈസിങ് ആക്ഷൻ കാണിക്കുന്ന ആള് ഈ ടൈപ്പ് റിയാക്ഷൻ ഒരുപാട് അപ്ലിക്കേഷൻ എൻസിഡിയിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാനും ഹോഫ്മാൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടും അയോഡോഫോമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടൊക്കെ എന്താണ് നോൺ മെറ്റൽ വിത്ത് ആൽക്കലി ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇതേപോലെ ക്ലോറിന് ബ്രോമിന് അയോഡിന് കൂടാതെ സൾഫർ ആൻഡ് ഫോസ്ഫറസ് ഒക്കെ എന്താണ് ഇൻ സ്ട്രോങ്ലി ആൽക്കലിൻ കണ്ടീഷൻ ദി അണ്ടർഗോസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ത് ചെയ്യും ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യപ്പെടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ ദ റിയാക്ഷൻ AB2 gives AB plus B the initial pressure of AB2 is 500 tau and equilibrium pressure is 600 tau the equilibrium constant Kp in terms of torr is അത് ഈസി ക്വസ്റ്റ്യൻ ആണ് AB2 gives AB plus B ആണ് the initial pressure AB2 തന്നിട്ടുണ്ട് ഇനീഷ്യൽ പ്രഷർ എത്രയാ is 500 torr ആണ് ഇനി അപ്പോൾ ഒരു 0 ആണ് now റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് അപ്പോൾ ചേഞ്ച് എന്തായിരിക്കും മൈനസ് x torr plus x torr now at equilibrium it is 500 minus x torr അപ്പോൾ P total എത്ര വരിക P total is equal to 400 minus x plus x is equal to വാല്യൂ എത്രയാ ടോട്ടൽ എത്രയാ 600 എത്രയാ 600 the total pressure is 600 എന്ന് പറഞ്ഞാൽ എക്സും ക്യാൻസൽ ആയി 500 plus x is equal to 600 x is equal to 100 അപ്പോൾ എക്സിന്റെ വാല്യൂ 100 ആണെങ്കിൽ ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷേഴ്സ് കിട്ടി അല്ലേ 500 minus 100 it is 400 it is 100 what is Kp partial pressure of AB into partial pressure of B by partial pressure of AB2 ശരിയല്ലേ
Kp is equal to partial pressure of AB into partial pressure of B by partial pressure of AB2 is equal to. It is 100 into 100 by 400. It is 100 by 4. It is 25. 25. Value of Kp is 25. Easy question ആയിരുന്നല്ലേ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതിൻ്റെ സൈക്ലിക് പ്രോസസ് എന്ന് എനിക്ക് തോന്നുന്നത് കൂടുതലും സിമ്പിളായിട്ടും വൃത്തിയായിട്ടും നമുക്ക് ഫിസിക്സിലെ ഐഡിയാസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫിസിക്സിൽ സോൾവ് ചെയ്തോളൂ കേട്ടോ. നൗ 26, question number 26. For a closed container containing 100 mole of an ideal gas fitted with a movable, frictionless, weightless piston operating such that the pressure of gas remains constant pressure, which graph represent correct variation of. So here number of moles fixed on it, pressure fixed on it, which graph represent correct variation of log V versus log T എന്ന് പറയുന്നത്. log V versus log T. ഇവിടെ നമ്പർ ഓഫ് മോളും പ്രഷറും കോൺസ്റ്റന്റ് ആയില്ലേ? നമ്മൾ ചാൾസിലോടെ കണ്ടീഷൻ ആയില്ലേ? ചാൾസിന്റെ കണ്ടീഷൻ ആയില്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ V പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ശരിയല്ലേ? ഓർ V ഇസ് ഈക്വൽ ടു K ഇൻറ്റു T, ശരിയല്ലേ? സോ ലോഗ് V ഇസ് ഈക്വൽ ടു ലോഗ് K പ്ലസ് ലോഗ് T, ശരിയാണോ? ആയില്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ള എങ്ങനെയാ? ലോഗ് വി വേഴ്സസ് ലോഗ് ടി ആ. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y ലോഗ് ടി ആണ് എക്സ്. അപ്പോൾ എം എത്രയാ? എം 1 ആവും. സി എത്രയാ? ലോഗ് കെ. നോൺ സീറോ ഇൻ്റർസെപ്റ്റ്. സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു 1, അതാണ് സ്ലോപ്പ്. സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു 1. അപ്പോൾ tan 45 അല്ലേ? tan 45 അല്ലേ 1 വരിക? അപ്പോൾ ആംഗിൾ 45 ഡിഗ്രി വരണം. ആ ആംഗിൾ 45 ഡിഗ്രിയിൽ സ്ട്രൈറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് നോൺ സീറോ ഇൻ്റർസെപ്റ്റും വരണം. വേണ്ടേ? എന്തൊക്കെ വരണം? ലോഗ് വി വൈ ആക്സിസിൽ, ഓക്കെ. ലോഗ് വി ലോഗ് വി ലോഗ് വി, ഓക്കെ. ഇനിയോ ലോഗ് ടി എക്സ് ആക്സിസ്, അതും ഓക്കെ. ഇത് പറ്റൂല, ഓപ്ഷൻ ഡി ഔട്ട് അല്ലേ? ദെൻ ലോഗ് ടി എക്സ് ആക്സിസ്, അതും ഓക്കെയാണ്. പിന്നെ അതിൽ ബാക്കിയുള്ള സ്ലോപ്പ് ആംഗിൾ 45. അപ്പോൾ ഓപ്ഷൻ സി കൊടുത്താൽ പോരാ ആൻസർ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ആംഗിൾ 45 ആണ്. ആംഗിൾ ഇസ് 45 ഡിഗ്രി. സോ സ്ലോപ്പ് 1 ആണ്. പോസിറ്റീവ് സ്ലോപ്പ് വിത്ത് നോൺ സീറോ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇതാണ് ലോഗ് കെയുടെ വാല്യൂ, ശരിയല്ലേ? ഓപ്ഷൻ സി. സോ അത് നമുക്ക് തന്ന ഇക്വേഷനെ നമുക്ക് വി പ്രൊപ്പോർഷൻ ടി അറിയാം. തന്ന കണ്ടീഷൻ ക്വസ്റ്റ്യൻ വായിച്ച് ഞെട്ടിപ്പോകണ്ട. പ്രഷർ കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് മോൾ കോൺസ്റ്റന്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. വി വേഴ്സസ് ടി അല്ലേ ഇരിക്കണ്ടേ? വി പ്രൊപ്പോർഷൻ ടി, വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി. ലോഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് വി ഇസ് ഈക്വൽ ടു ലോഗ് കെ ഇൻറ്റു ലോഗ് കെ പ്ലസ് ലോഗ് ടി എന്ന് വരും. ലോഗ് കെ ഈസ് ഇൻ്റർസെപ്റ്റ് ആയി. എം എക്സ്, എമ്മിൻ്റെ വാല്യൂ 1 ആണ്, സ്ലോപ്പ് 1 ആണ്. അതുകൊണ്ട് ആംഗിൾ ശ്രദ്ധിക്കുക. പിന്നെ എന്തുണ്ട്? ഇൻ്റർസെപ്റ്റ് ശ്രദ്ധിക്കണം. ഇത്ര നോൺ സീറോ ഇൻ്റർസെപ്റ്റ് വരുന്നുണ്ട്. ലോഗ് കെ ഈസ് നോൺ സീറോ ഇൻ്റർസെപ്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇനി എ കോമ്പൗണ്ട് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് 3 elements. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് 3 elements A, B, C. If the oxidation number of A is +2, B is +5 and that of C is -2, the possible formula of the compound is. ഇവിടെ A in +2 സ്റ്റേറ്റ് ആണ്, B in +5 ആണ്, C in -2 ആണ്. അത് വെച്ചുള്ള മാക്സിമം പോസിബിൾ ഫോർമുലയാണ് ചോദിച്ചത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഏത് ഫോർമുല ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് തന്നിട്ടുള്ളതിൽ ഏതാണ് പോസിബിൾ വണ്ണം ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിൽ ഓരോന്നിനും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം, മൈനസുള്ള ഒരാളല്ലേ ഉള്ളൂ, സി മാത്രം. അത് -2 സ്റ്റേറ്റിലാണ്. ഇവിടെ A +2 ഉണ്ട്, B +5 ഇല്ല. അപ്പോൾ പ്ലസ് ഉള്ളവരുടെ നമ്പർ വല്ലാണ്ട് കൂടണ്ട. അപ്പോൾ ഒരുപാട് സി വേണ്ടി വരും. എന്തായാലും കംപ്ലീറ്റ് ന്യൂട്രൽ ആവാൻ സി കൂടുതൽ നമ്പർ വേണ്ടി വരും. കംപ്ലീറ്റ് ന്യൂട്രൽ ആവാനേ സി നെഗറ്റീവുള്ള ആനോൺ ഒന്നേ ഉള്ളൂ, ചാർജ് കുറവാണ്. അപ്പോൾ സി കൂടിയ നമ്പറുള്ള ഒരെണ്ണം ഫസ്റ്റാണ് ക്രോസ് ചെക്ക് ചെയ്ത് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പർ സി ആയിരിക്കുള്ളത് ബിയിലല്ലേ? ചെക്ക് ചെയ്ത് നോക്കിയാലോ. A3. അപ്പോൾ A3 എന്ന് പറയുമ്പോൾ 3 × +2, ഓക്കെ. പിന്നെ 2B ഉണ്ടാവും. 2B 2 × +5, ഓക്കെ. അപ്പോൾ ഇത് 6 ആയി, ഇത് 10 ആയി. അപ്പോൾ ടോട്ടൽ പോസിറ്റീവ് എത്രയായി? 16 ആയി പ്ലസ്. ഇനി സി എത്രയുള്ളത്? 4 × 2 8.
8 സി ഉണ്ട്. 8 ഉണ്ട്. സിൻ്റെ സ്റ്റേറ്റ് എത്രയാണ്? -2 അല്ലേ? ഇറ്റ് ഇസ് -2. ഇറ്റ് ഇസ് -16. -16ഉം +16ഉം ടോട്ടൽ ചാർജ് 0 ആയില്ലേ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി. അതല്ലാണ്ട് നിങ്ങൾ ഇനി അത് ഫോർമുല ഡിറൈവ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് 4 ഓപ്ഷനിൽ ഏതാണ് ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചെക്ക് ചെയ്യേണ്ട ഏതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സംശയമുള്ളൂ. അപ്പോൾ നമ്മളൊരു കോമൺ ലോജിക്ക് വെച്ച് നോക്കുക. എയും ബിയും വന്നാൽ തന്നെ +7 ആയി. അപ്പോഴേക്കാണ് ഒരു 3.5 സി വരേണ്ടി വരും. സി എണ്ണം കൂടുതലാണ് വേണ്ടി വരിക. അപ്പോൾ സി ഏറ്റവും കൂടുതൽ ഏതിലുള്ളത് നോക്കുക, അസംബിൾ ചെയ്യുക. ഇനി അത് മാച്ചായിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ആളെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആകെ 2-3 ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോഴേക്കും നമുക്ക് കിട്ടും, അത് ആൻസറിലേക്ക് എത്താൻ കഴിയും. കേട്ടല്ലോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Now, which of the following is not correct? Question number 28. Which of the following is not correct? Dissolution of a salt in excess water may endothermic process. May endothermic. Exo ആവാം എൻഡോ ആവാം. മേ എന്നല്ലേ പറഞ്ഞുള്ളൂ. നോ പ്രോബ്ലം. ന്യൂട്രലൈസേഷൻ ഇസ് ആൾവേസ് എക്സോതെർമിക്. ന്യൂട്രലൈസേഷൻ ഇസ് നോർമലി എക്സോതെർമിക്. അതും കറക്റ്റാണ്. ഇനി ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻതാൽപ്പി ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ കിലോമീറ്റർ. എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? It is wrong. We cannot calculate only the change in enthalpy. HO, SO, UO ഒന്നും നമുക്ക് എന്തെങ്കിലില്ല, ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയില്ല. We can calculate only the change in enthalpy കണ്ടുപിടിക്കാം. And heat of reaction at constant volume is denoted by Q. ഡെൽറ്റ യു അല്ലേ? അത് നമുക്കറിയാം. We know delta U is equal to QV and delta H is equal to QP. ഹീറ്റ് ട്രാൻസ്ഫോംഡ് അറ്റ് അങ്ങ് ഹീറ്റ് എക്സ്ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? ഡെൽറ്റ എച്ച് ആണ്. ആൻഡ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ക്യൂ വി എന്താണ്? ഇറ്റ് ഇസ് ഡെൽറ്റ യു ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റുള്ളത്. ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ കഴിയില്ല. വി ക്യാൻ കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ബൈ മെഷറിംഗ് ദ heat transferred at constant pressure condition. If you measure heat transferred at constant volume condition by using calorimetric experiment, you can find delta U or delta H at a different condition, but you cannot calculate U or H. U പറ്റൂല, H പറ്റൂല. കേട്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. In order to maintain a constant temperature of a system involving an ideal gas, the heat has to be removed. Then what is true? The gas is being compressed. ഇവിടെ നോക്കൂ, ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഐഡിയൽ ഗ്യാസ് അകത്തുള്ളത്. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻവോൾവിംഗ് ഐഡിയൽ ഗ്യാസ്. ഹീറ്റ് ഹാസ് ടു ബി heat has to be removed. Then what is true? Okay, but to maintain constant temperature of system involving heat has to be removed. Then what is true? ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, കോൺസ്റ്റന്റ് വെക്കണമെങ്കിൽ, ഹീറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തോ സംതിങ് നടക്കുന്നുണ്ട്. ഒരു എക്സോതെർമിക് പ്രോഗ്രാം നടക്കേണ്ടി വരും. ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കേണ്ടി വരും. ആ പ്രൊഡക്ഷൻ നടക്കുന്ന ഹീറ്റ് ഓവർ ഹീറ്റിന് അവിടെ നിന്ന് എന്ത് ചെയ്യണം? പുറത്തോട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചെത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണമെങ്കിൽ അവിടെ ഹീറ്റ് പുറത്തോട്ട് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ മീനിങ് എന്താണ്? സിസ്റ്റത്തിനകത്ത് ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് മീനിങ്. ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്നുകിൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇഫ് യു കംപ്രസ് എ ഗ്യാസ് വേർ അഗൈൻ ഹീറ്റ് ഈസ് ജനറേറ്റഡ്. ഹീറ്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടുമ്പോൾ പ്രൊപ്പോർഷനിൽ എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും, ഹീറ്റ് കൂടില്ലേ? അപ്പോൾ കംപ്രഷൻ. സോ ഗ്യാസ് ഈസ് ബീങ് കംപ്രസ്ഡ്. വെൻ ഗ്യാസ് കംപ്രസ്ഡ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആ ഹീറ്റ് പ്രൊഡ്യൂസിനെ നമ്മൾ റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഹൈ ഹീറ്റ് ആവും അല്ലേ? യെസ്, ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഗ്യാസ് അണ്ടർഗോയിങ് എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ സമയത്ത് ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കും, മീൻസ് കൂളിംഗ് ഉണ്ടാവുക. ദെൻ ഗ്യാസ് പെർഫോമിങ് വർക്ക് ഗ്യാസ് വർക്ക് ചെയ്താൽ ഹീറ്റ് ലോസ് ഉണ്ടാവുക. It is neither expansion nor compression. Allah, it is compression ആണ്. ഓപ്ഷൻ എ is the answer. During compression, heat is produced. കേട്ടോ? Now, next question. Question number 30. For the reaction N2+3H2 gives 2NH3, what is delta H? We know delta H is equal to delta U plus delta nRT. ശരിയല്ലേ? Delta N means change in number of moles ആണ്. It is 2. It is 1 plus 3, 4. 2 minus 4. Delta N എത്രയാ? Here delta N is equal to -2. So it is delta U, here delta E ആണ്.
Okay, delta U minus 2RT. Delta U minus 2RT. Delta E minus 2RT. Option B is the answer. Okay. Now, question number 31. A gas expands adiabatic at constant pressure such that T proportional V raised to 1/2 the value of gamma. ഇതേ നമ്മുടെ ഫിസിക്സിലെ തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിലെ കോൺസെപ്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. കെമിസ്ട്രിയിലല്ല, ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നൗ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫോൾസ് കറക്റ്റ് ടൈപ്പ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, both oxygen atom in O2 or O3 has an oxidation state of -2 ആണോ? In oxygen and ozone this is elemental form ആണ്. In elemental form the state is 0. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഇൻകറക്റ്റാ. Oxygen is assigned an oxidation number -2 in many of their compound. In most of the compound oxygen is in -2. In normal oxides it is -2 ആണ്. ബട്ട് എല്ലാത്തിലും എന്തല്ല -2 ഒന്നുമില്ല. +1 ഉള്ള സ്പെഷ്യൽ കോമ്പൗണ്ട് ഉണ്ട്, +2 ഉള്ള കോമ്പൗണ്ട് ഉണ്ട്, -½ ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ സ്റ്റേറ്റ് എന്താണ്? -2. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, 2 കറക്റ്റ് ആണ്. ബട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയോ? ഇല്ല. സോ ബോത്ത് 1 and 2 ആർ ട്രൂ അല്ല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, 2 ഈസ് ട്രൂ. ഓപ്ഷൻ D is the answer. Now, if an ideal gas does the work of expansion solely at the cost of internal energy, the process is work and internal energy. Delta U is equal to W adiabatic വരുന്നില്ലേ? It is adiabatic process ആണ്, adiabatic work ആണ്. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. Q is equal to you know delta is equal to Q plus W ആണ്. If Q is equal to 0, delta U is equal to W adiabatic. Why? Q 0 means there is no heat transfer ആണ്. So internal energy change ആണ് അവിടെ കംപ്ലീറ്റ് എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ വർക്ക് ഓഫ് എക്സ്പാൻഷൻ ഓർ കംപ്ഷൻ നിങ്ങളായിക്കോട്ടെ. അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇന്റേണൽ എനർജി മീൻസ് there is no heat transfer is involved, there is no heat absorption or removal is involved. So delta U is equal to W adiabatic. Option D is the answer. ഇനി which of the following increasing order of pH of 0.1 molar solution of compounds? 0.1 molar solution pHന്റെ ഓർഡർ ആണ് വേണ്ടത്. ഒന്ന് HCOONH4. വീക്ക് ആസിഡ് വീക്ക് ബേസ് സാൾട്ട് ആണ്. വീക്ക് ആസിഡ് വീക്ക് ബേസ് സാൾട്ട് അവിടെ നിൽക്കട്ടെ. അമോണിയം അസറ്റേറ്റ്, പിന്നെ സോഡിയം അസറ്റേറ്റ്, അമോണിയം ക്ലോറൈഡ്. ഇതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചെക്ക് ചെയ്യേണ്ടല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയുന്ന 2, 3, 4 ആളുകളില്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് HCOONH4, സോ അമോണിയം അസറ്റേറ്റ്. നമ്മൾ ഇവർ രണ്ടാളെ ആദ്യം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർമിക് ആസിഡ് ആണോ അസിറ്റിക് ആസിഡ് ആണോ മോർ അസിഡിക്? ഫോർമിക് ആസിഡ് ആണ് മോർ അസിഡിക് ആണല്ലോ. അപ്പോൾ pH ഇയാൾക്കാണ് pH കുറവ് വരിക. pH ഓഫ് A ലെസ് ദാൻ pH ഓഫ് B. കാരണം അവിടുത്തെ ആസിഡാണ് കുറച്ചും കൂടി പവർ ഉള്ളത്. രണ്ടും അമോണിയം ക്ലോറൈഡിന്റെ സാൾട്ട് ആണ്. അമോണിയം സാൾട്ട് അത് അവിടെ വേറെ ആളുണ്ട്, അമോണിയം ക്ലോറൈഡും കൂടെ ഉണ്ട്. അതൊന്നും കൂടെ സ്ട്രോങ് ആണ്. HCl മോർ അസിഡിക്. HCl മോർ അസിഡിക് ദാൻ ഫോർമിക് ആസിഡ് മോർ ദാൻ അസിറ്റിക് ആസിഡ് ആണ്. അപ്പൊ അതിൽ 3 കാറ്റോൺ സെയിം ആണ്. അമോണിയം ആ 3 കാറ്റോൺ സെയിം ആണ്. വീക്ക് ബേസ് ആണ്. ആസിഡിലാണ് മാറ്റമുള്ളത്. മോർ അസിഡിക് ഉള്ള ആസിഡ് ഏതാണ്? സാൾട്ട് ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അതാണ് ലീസ്റ്റ് pH വരിക അല്ലേ. അപ്പോൾ pH ഓഫ് D ആണ് ഏറ്റവും ലീസ്റ്റ് വരിക. ദെൻ ഫോർമിക് ആസിഡ്, ദെൻ ആര് വരും? അസിറ്റിക് ആസിഡ്, അമോണിയം സാൾട്ട്. ഇനി ഇയാളെന്താണ്? അസിറ്റിക് ആസിഡ് വീക്ക് ആസിഡിന്റെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സാൾട്ടാണ്. സ്ട്രോങ് ബേസിന്റെ pH എന്താണ്? വെരി ലാർജ് അല്ലേ വരിക. സോ pH ഓഫ് C ആണ് ഹയസ്റ്റും വരിക. സോ DABC. ഓപ്ഷൻ D ഈസ് ദി ആൻസർ. ഡിക്കാണ് ലീസ്റ്റ് pH വരിക. ദെൻ A, ദെൻ B, ദെൻ C. മനസ്സിലായോ? ഇനി അടുത്ത് 35.
For the reversible reaction, N2 plus 3H2 giving 2NH3 and heat. The equilibrium shift in forward direction. അവിടെ ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മളിവിടെ നമുക്ക് അറിയണം മുഴുവൻ ചെക്ക് ചെയ്യേണ്ട തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാ മാച്ച് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബൈ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ആഡ് ചെയ്ത റിയാക്ഷൻ ബാക്ക്വേർഡ് ആണ്. അപ്പോൾ ഇതല്ല. ബൈ ഡിക്രീസിങ് പ്രഷർ കുറച്ചാൽ പ്രഷർ ഇൻക്രീസിങ് ഡയറക്ഷൻ ഏതാണ്? അഗൈൻ ബാക്ക്വേർഡ് ആണ്. ബൈ ഡിക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് N2 ആൻഡ് H2 റിയാക്ഷൻ കുറച്ചാലും ബാക്ക്വേർഡ് ആണ്. ബൈ ഇൻക്രീസിങ് ദ പ്രഷർ ആൻഡ് ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ, ഇൻക്രീസിങ് ദ പ്രഷർ ഫോർവേഡ്, ഡിക്രീസിങ് ദ ടെമ്പറേച്ചറും അഗൈൻ ഫോർവേഡ്. റിയാക്ഷൻ എക്സോതെർമിക് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ്, കുറച്ചാൽ ഫോർവേഡ്. പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറക്കാൻ വേണ്ടി ഫോർവേഡ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ലാഷാർട്ടിലെ പ്രിൻസിപ്പിൾ. ഇനി solubility of product of barium chloride is 4 into 10 raised to minus 9. KSP given ആണ്. Its solubility would be, ആളുടെ solubility കണ്ടുപിടിക്കണം. For barium chloride, this BaCl2 giving Ba2 plus and 2Cl minus. ശരിയല്ലേ? അപ്പോൾ KSP is equal to ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതാം S into 2Sന്റെ സ്ക്വയർ. ശരിയല്ലേ? This 4S ക്യൂബ്. അതിൻ്റെ വാല്യൂ എത്രയാ? 4 into 10 raised to minus 9 ആണ്. അപ്പോൾ S cube is equal to 10 raised to minus 9. S is equal to 10 raised to minus 3 molar. Option B is the answer. ശരിയല്ലേ? അപ്പോൾ ഈ BaCl2 AB2 ടൈപ്പ് സാൾട്ട് ആണ്. For that KSP 4S cube is equal to 4 into 10 raised to minus 9. S is equal to 10 raised to minus 3. Next question 37. For the following reaction in gas phase, Kp by Kc is എന്ന് ചോദിച്ചിരിക്കുന്നത്. It is 1. It is half. 1 plus half, it is 1. 1 minus 1.5, it is 0.5 minus half അല്ലേ? So Kp by Kc എന്ന് പറഞ്ഞാൽ എന്താ പറയുക? It is RT raised to delta N. Here our delta N is minus half ആണ്. RT raised to minus half എന്ന് വരും. Okay, option B is the answer. RT raised to minus half. 1 mole, 1.5 mole difference is minus half. Now question number 38. At certain temperature and a compound dissociates as 2AB2 gives 2AB and B2 with the degree of dissociation alpha, which is very small compared to unity. The expression of Kp in terms of total pressure P is. അപ്പോൾ ഇത് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് നോക്കാം. 2AB2 gives, ഞാൻ ഫ്രഷ് പേജിൽ ചെയ്യാം. 2AB2 gives 2AB plus B2 അല്ലേ? എല്ലാം ഗ്യാസ് ആണ്. 2AB2 gives 2AB plus B2 ആണ്. ഫിനിഷ് നമുക്ക് 1 mole എടുക്കാം. This one 0 0. Now the reacted amount in terms of alpha, ഇവിടെ എന്ത് കൊടുക്കാം? If you take 1, then it is reacted amount is minus alpha. 1 alpha. If you take initially C mole, it is C alpha reacted എന്നാ പറയാം. So 1 into alpha, 1 alpha. So ഇവിടെ എത്ര ഫോം ചെയ്യാം? ഇവിടെ 2:2:1 ആണ്. അപ്പോൾ പ്ലസ് ആൽഫ ആൻഡ് പ്ലസ് ആൽഫ ബൈ 2 എന്നാ വരിക. ചോദിച്ചിട്ട് ശരിയല്ലേ? 2:2:1 means 1:1:half. ശരിയല്ലേ? റിമൈനിങ് എമൗണ്ട് പറഞ്ഞോളൂ. It is 1 minus alpha. It is alpha and alpha by 2. Okay. Now ഇതാണ് equilibrium number of moles. ഇത് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് 1 mole ആണെങ്കിൽ equilibrium number of moles ഇതാണ്. What about the total number of moles at equilibrium? 1 minus alpha plus alpha plus alpha by 2. It is 1 plus alpha by 2. എന്ന് പറഞ്ഞാൽ 2 plus alpha by 2. ശരിയായോ? 2 plus alpha by 2. This is the total number of moles. Now, what is partial pressure of AB2? It is mole fraction of AB2 into P, total pressure P. What is mole fraction? Number 1 minus alpha divided by 2 plus alpha by 2. ശരിയല്ലേ? 2 plus alpha by 2. അപ്പോൾ into 2 into P. അതാണ് partial pressure of AB2 എന്ന് പറയുന്നത്. Similarly, what is partial pressure of AB is equal to alpha, number of moles of AB divided by total എത്രയാ? 2 plus alpha by 2. ആ 2 മോൾ കൊടുക്കുക into P കൊടുക്കുക. And partial pressure of B2
ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ആവാണ് അത് ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ് ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ 2 പ്ലസ് ആൽഫ ബൈ 2 ഇൻറ്റു പി. അപ്പോൾ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. ശരി, അപ്പോൾ ആൽഫ ബൈ 2 പ്ലസ് ആൽഫ ഇൻറ്റു പി. അപ്പോൾ പാർഷ്യൽ പ്രഷേഴ്സ് ആയില്ലേ. നോ വാട്ട് ഈസ് കെ പി? കെ പി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി സ്ക്വയർ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ടു ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ടു സ്ക്വയർ. ശരിയായില്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി എത്ര വരിക? ഇറ്റ് ഈസ് 2 ആൽഫ ഇൻറ്റു പി ബൈ 2 പ്ലസ് ആൽഫ. ശരിയല്ലേ? അപ്പോൾ 2 ആൽഫ അതിൻ്റെ സ്ക്വയർ എടുക്കണേ. 2 സ്ക്വയർ 4 ഇൻറ്റു ആൽഫയുടെ സ്ക്വയർ ആൽഫ സ്ക്വയർ പിയുടെ സ്ക്വയർ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫയുടെ സ്ക്വയർ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ടു ആൽഫ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ ഹോൾ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ടു സ്ക്വയർ. അതെന്ത് വരിക? പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ടു സ്ക്വയർ ഇറ്റ് ഈസ് 1 മൈനസ് ഇത് സ്ക്വയർ അല്ല 2 ആണ്. ഓക്കെ, 1 മൈനസ് ആൽഫ ഇൻറ്റു 2 ബൈ 2 പ്ലസ് ആൽഫ അല്ലേ. അപ്പോൾ അത് സ്ക്വയർ ചെയ്താൽ 1 മൈനസ് ആൽഫയുടെ സ്ക്വയർ ഇൻറ്റു 2യുടെ സ്ക്വയർ 4 ഇൻറ്റു പിയുടെ സ്ക്വയർ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് ആൽഫയുടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത്രയും ടേംസ് അവിടെ വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ 2 പ്ലസ് ആൽഫ സ്ക്വയർ 2 പ്ലസ് ആൽഫ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. 4 പി സ്ക്വയർ അത്രയും പോയില്ലേ. ബാക്കി എന്താ വരിക? ഇറ്റ് ഈസ് ആൽഫ സ്ക്വയർ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ, ഇവിടെ ഒരു ആൽഫ ഉണ്ടല്ലേ, ആൽഫ ക്യൂബ് ഇൻറ്റു പി ആൽഫ ക്യൂബ് ഇൻറ്റു പി 1 മൈനസ് ആൽഫ സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് ആൽഫ. അല്ലേ? ആൽഫ ക്യൂബ് ഇൻറ്റു പി ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1 മൈനസ് ആൽഫ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൽഫ ഇറ്റ് ഈസ് യൂണിറ്റിനേക്കാളും സ്മോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഇസ് ടേക്ക് അസ് 1 ആൻഡ് 2 പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു 2 എന്ന് എടുക്കാം. സോ ഇറ്റ് ഈസ് ആൽഫ ക്യൂബ് ഇൻറ്റു പി ബൈ 1 മൈനസ് ആൽഫ 1 സ്ക്വയർ 1 എണ്ണ ഇൻറ്റു 2 പ്ലസ് ആൽഫ ഈസ് 2 എണ്ണ അല്ലേ. ഇറ്റ് ഈസ് 2 എന്ന് എടുക്കാം. സോ കെ പി ഈസ് ഈക്വൽ ടു ആൽഫ ക്യൂബ് ഇൻറ്റു പി ബൈ 2 എന്ന് വരും. ആൽഫ ക്യൂബ് ഇൻറ്റു പി ബൈ 2 അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇക്വിലിബ്രിയം പ്രഷർ ഇൻ ദ റിയാക്ഷൻ സിസ്റ്റം NF3 N2 3F2 is increased 10 times. The equilibrium constant in terms of mole fraction Kx would be എന്നാണ് ചോദിച്ചത്. ഇക്വിലിബ്രിയം പ്രഷർ ഇൻ ടേംസ് ഓഫ് ദ ഒരു എന്താ പറയുക, ഇക്വിലിബ്രിയം പ്രഷർ ഇൻ ടേംസ് ഓഫ് റിയാക്ഷൻ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ് 10 ടൈംസ് ആണ്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത് Kx. അപ്പോൾ ഇവിടെ ഫോർ ദിസ് വാട്ട് ഈസ് Kp? Partial pressure of N2 into partial pressure of F2 cube divided by partial pressure of NF3 അതിൻ്റെ സ്ക്വയർ. അതാണ് എന്ത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഇനി അതിൽ ഞാൻ വാട്ട് ഈസ് പാർഷ്യൽ പ്രഷർ? ഇറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറിൽ വരിക. സോ പാർഷ്യൽ പ്രഷർ ഓഫ് N2 എന്ന് പറഞ്ഞാൽ mole fraction of N2 into total pressure. Now partial pressure of F2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബ് അല്ലേ വേണ്ടത്. mole fraction of F2യുടെ ക്യൂബ് ഇൻറ്റു പി ക്യൂബ് ഡിവൈഡഡ് ബൈ mole fraction of NF3 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു പിയുടെ സ്ക്വയർ. അപ്പോൾ പി ഇൻറ്റു പി ക്യൂബ് ബൈ പി സ്ക്വയർ എന്താ വരിക? ഇറ്റ് ഈസ് പി സ്ക്വയർ എന്ന് വരും. പിന്നെയോ മോൾ ഫ്രാക്ഷൻ ഓഫ് N2 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് F2 ക്യൂബ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് NF3. നമ്മൾ പറയില്ലേ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് Kc എന്ന് പറയും. പാർഷ്യൽ പ്രഷർ പ്രൊഡക്റ്റ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടൻ്റ് Kp എന്ന് പറയും അല്ലേ. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് റിയാക്ടൻ്റ് എന്ന് പറയും Kx എന്ന് പറയും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആയി. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി. Kp ഇസ് ഈക്വൽ ടു Kx ഇൻറ്റു പി സ്ക്വയർ എന്നാണ്.
ഇനി ചോദ്യം എന്താണ്? ദ ഇക്വിലിബ്രിയം പ്രഷർ ഇൻ ടേംസ് ഓഫ് ദ സിസ്റ്റം റിയാക്ഷൻ സിസ്റ്റം ഇസ് ഇൻക്രീസ്ഡ് 10 ടൈംസ് ആണ്. ഇക്വിലിബ്രിയം പ്രഷർ ഇൻക്രീസ്ഡ് 10 ടൈംസ് ആണ്. The reaction system increases 10 times. The equilibrium constant in terms of mole fraction would be എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ പി നമ്മൾ ഇക്വിലിബ്രിയം പ്രഷർ 10 ടൈംസ് ആണ് കൂടുന്നത്. അപ്പോൾ പി എന്നുള്ളത് 10p on 10 സ്ക്വയർ ആവും. 10 സ്ക്വയർ അല്ലേ? 10 സ്ക്വയർ മീൻസ് 100 ടൈംസ്. അപ്പോൾ കെ പി അവിടെ മാറുന്നില്ല. അപ്പോൾ ഇത് 100 ടൈംസ് പ്രഷർ അവിടെ കൂടുകയാണ്, പി സ്ക്വയർ. ഇവിടെ കെ പി മാറാൻ പാടില്ലല്ലോ. അപ്പോൾ കെ എക്സ് എന്ത് ചെയ്യും? 100 ടൈംസ് ഡിക്രീസ് ചെയ്യും. Decreases 100 times. Option D is the answer. Option D is the answer. Now, question number 40. In a closed system, A solid gives 2B gas and 3C. The partial pressure of C is doubled. Then the partial pressure of B would be nullane. Again, equilibrium system ആണ്. For this equilibrium system, what is Kp is equal to constant partial pressure of B square into partial pressure of C cube. ഇവിടെ എ വേണ്ടല്ലോ, വേണ്ട. പിന്നെ ഇവിടെ നമ്മൾ പ്രഷർ മാറ്റിയാലൊന്നും കെ പി മാറാൻ പാടില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. സോ പി ബി സ്ക്വയർ ഇൻറ്റു പി സി ക്യൂബ് ഇസ് ഈക്വൽ ടു പി ബി സ്ക്വയർ ഇൻറ്റു പി സി ക്യൂബ്. ഒരു മാർക്ക് കൊടുത്താൽ മതി. ഇത് P1 P2 P2. Kp1 ഇസ് ഈക്വൽ ടു Kp2 ആയിരിക്കണം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? എന്താണ് എന്താ പ്രോബ്ലം? ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ കെ പി കോൺസ്റ്റന്റ് നിൽക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? സി ഡബിൾ ചെയ്തെന്നാണ്. സീനെ ഡബിൾ ആക്കുന്ന പറയുന്നത്. അപ്പോൾ സി ഡബിൾ ആക്കുകയാണെങ്കിൽ അവിടെ ഡബിളിൻ്റെ ക്യൂബ് 2 ക്യൂബ് കൂടെ വരിക. അപ്പം നമ്മളോട് സി മാത്രം ഡബിൾ ആയി കഴിഞ്ഞാലേ, സീനെ നമ്മൾ ഡബിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കെ പി ഇൻക്രീസസ് ബൈ 8 ആവും അല്ലേ? അപ്പോൾ സിയെ നമ്മൾ പാർഷ്യൽ പ്രഷർ സി ഡബിൾ ആയി കഴിഞ്ഞാൽ 2 ക്യൂബ് എത്ര? 8 കൂടില്ലേ? അപ്പോൾ കെ പി കൂടും. അപ്പോൾ കുറയണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പി ബി കുറയണം. അപ്പോൾ പി ബിയുടെ വാല്യൂ 1/8. അതിൻ്റെ റൂട്ട് എത്രയാ? 1/8ൻ്റെ റൂട്ട് എത്ര വരിക? 1/8ൻ്റെ റൂട്ട് അത്രയും ടൈംസ് പ്രഷർ കുറക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 2√2 അല്ലേ? 1/2√2 ടൈംസ് കുറയേണ്ടി വരും. 1/2√2 ടൈംസ് കുറയേണ്ടി വരും. ഈ 1/2√2യുടെ സ്ക്വയർ എത്രയാ? ഇറ്റ് ഈസ് 8 അല്ലേ? കാരണം ഇവർക്ക് ഉണ്ടാവുന്ന ഇൻക്രീസ് 8 ടൈംസ് ആകുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം? 1/8 ടൈംസ് കുറയണം. അപ്പോൾ 8 തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? ക്യാൻസൽ ചെയ്യാൻ പറ്റും. കെ പി കോൺസ്റ്റന്റ് ആയിക്കോളും. പാർഷ്യൽ പ്രഷർ ഓഫ് സി ഇൻക്രീസസ് ബൈ 8 ആകുമ്പോൾ ബി എന്ത് ചെയ്യണം? ഡിക്രീസസ് ബൈ 8 ടൈംസ് ആവണം. ഇവിടെ ക്യൂബാണ്, സിയിൽ പി സി ക്യൂബാണ് 8. അപ്പോൾ പി സി എത്ര? 2 ആണ്. ഇവിടെ പി ബി സ്ക്വയർ ഡിക്രീസസ് ബൈ 8 ടൈംസ് ആവണം. അപ്പോൾ പി ബിയോ 1/2√2 ടൈംസ് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻ സി 1/2√2 ടൈംസ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ ബാക്കി ക്വസ്റ്റ്യൻസിന് നിങ്ങൾ നോക്കുള്ളൂ. ഡൗട്ടിന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.